Hi friends, Industries Extension Officer, Industrial Engineering and Industrial Management മോഡ്യൂളിലെ വർക്ക് സ്റ്റഡി എന്ന് പറയുന്ന സിലബസിലുള്ള വർക്ക് സ്റ്റഡി എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ബേസിക് ആയിട്ടുള്ള നമ്മൾ പ്രിൻസിപ്പിൾസ്, വേജ് സിസ്റ്റം ഒക്കെ കണ്ടായിരുന്നു. അത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വർക്ക് സ്റ്റഡി എന്ന് പറയുന്ന ഒരു സിലബസിലുള്ളതാണ്. സിലബസിൽ മെത്തേഡ് സ്റ്റഡി എന്നാണ് ഉള്ളത്. പക്ഷെ മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഈ സിലബസിലുള്ള പല കാര്യങ്ങളും വളരെ വളരെ ഡെപ്ത് ഉള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ചെറിയ ഓവർവ്യൂ മാത്രമാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. മെത്തേഡ് സ്റ്റഡി വരുന്നത് വർക്ക് സ്റ്റഡിയിലാണ് വരുന്നത്. വർക്ക് സ്റ്റഡിയുടെ ഒരു ബ്രാഞ്ച് മാത്രമാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റഡിയാണ് ഇന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അതിൽ വരാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ വരാൻ സാധ്യതയുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ വർക്ക് സ്റ്റഡി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിലെ മെത്തേഡ് സ്റ്റഡി എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത് ഡെഫിനിഷനാണ് ദ സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് ദി മെത്തേഡ് ഓഫ് ക്യാരിയിങ് ഓൺ ആക്ടിവിറ്റീസ് so as to improve the effective use of resources and to set up standards of performance for the activities being carried out. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ടെക്നിക്സ് ആണ്. അതായത് ഒരു വർക്കിനെ നമുക്ക് എങ്ങനെ അതിനെ സിംപ്ലിഫൈ ചെയ്യാം, അതിനെ സ്റ്റാൻഡേർഡൈസ് ആക്കാം, അല്ലെങ്കിൽ മെഷർ ചെയ്യാം, അതിനെ എങ്ങനെ മെഷർ ചെയ്യാം. അതായത് നമ്മുടെ ഒരു വർക്ക്, അതിൽ ഉപയോഗിക്കുന്ന റിസോഴ്സ് എന്ന് പറയുമ്പം ഹ്യൂമൻ റിസോഴ്സ്, മാൻ ആകാം, മെറ്റീരിയൽ ആകാം, മെഷീൻസ് ആകാം. ഇതിനെല്ലാം എഫക്റ്റീവ് യൂസ് ആയിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ യൂട്ടിലൈസ് ചെയ്യാം, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം, ആ പെർഫോമൻസ് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് അതിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് മാറ്റാം. ഇതിന് നമ്മൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ഒരു സ്റ്റഡി ആണ് നമ്മൾ വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കുറേ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ബേസിക്കലി വർക്ക് സ്റ്റഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വർക്ക് സ്റ്റഡി ബേസിക്കായി നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് മെത്തേഡ് സ്റ്റഡി ആൻഡ് വർക്ക് മെഷർമെൻറ്റ്. ഞാൻ പറഞ്ഞ മെത്തേഡ് സ്റ്റഡിയാണ് നമ്മുടെ സിലബസിലുള്ളത്, പക്ഷെ അത് വർക്ക് സ്റ്റഡിയിൽ ഒരു ഭാഗമാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് സ്റ്റഡി നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് മെത്തേഡ് സ്റ്റഡിയും ഒന്ന് വർക്ക് മെഷർമെൻ്റ് ആണ്. മെത്തേഡ് സ്റ്റഡിയിലാണ് മെത്തേഡ് സ്റ്റഡി എന്നാൽ നമുക്കിതിനെങ്ങനെയൊക്കെയാണ് നമുക്കിതിൻ്റെ വർക്ക് മെത്തേഡ്, നമുക്ക് ടെക്നിക്സുകൾ യൂസ് ചെയ്ത് നമുക്കിതെങ്ങനെ ചെയ്യാന്നുള്ളതാണ്. വർക്ക് മെഷർമെൻറ്റിലാണ് നമ്മളിതിൻ്റെ ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി അതിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, വർക്ക് സ്റ്റഡി നമ്മൾ മെയിൻലി രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് മെത്തേഡ് സ്റ്റഡി. മെത്തേഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ആൻഡ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് and proposed ways of doing work as means of developing and applying easier and more effective methods and reducing cost. അതായത് അത് കറക്റ്റായിട്ട് നമുക്കിപ്പോൾ എക്സിസ്റ്റിംഗ് ചെയ്യുന്ന ഒരു വർക്കിനെ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ റെക്കോർഡ് ചെയ്ത് അതിനെ എക്സാമിനേഷൻ ചെയ്യുന്നു, അത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു പുതിയ ഒരു വർക്ക് മെത്തേഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ചെയ്യുന്ന വർക്കിനെ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആക്കാനും ഈസിയർ ആക്കാനും അതുപോലെ തന്നെ കോസ്റ്റുകൾ കുറച്ച് നമുക്കിതിനെ എങ്ങനെ സിസ്റ്റമാറ്റിക് കൊണ്ടുപോകാം എന്നുള്ളതാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. ആക്ച്വലി ഈ മെത്തേഡ് സ്റ്റഡിക്ക് ആവശ്യമുള്ളതാണ് സത്യം പറഞ്ഞാൽ അടുത്ത ഇതെന്ന് പറയുന്നത് വർക്ക് മെഷർമെൻറ്റ് എന്നാണ്. വർക്ക് മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഓഫ് ടെക്നിക്സ്. അത് കുറേ നമ്മൾ ഈ നമ്മുടെ ഒരു പെർഫോമൻസ് നമുക്ക് നോക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ കളക്ട് ചെയ്യുന്ന ഡാറ്റ എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, പല രീതിയിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിനെ പഠിക്കുന്നത്, വർക്ക് മെഷർമെൻറ്റ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ടെക്നിക്സ് designed to establish the time for a qualified worker to carry out a specified job at a defined level of performance. അതായത് ഇത്രയേ ഉള്ളൂ. വർക്ക് മെഷർമെൻറ്റിൽ അല്ലെങ്കിൽ ടൈം സ്റ്റഡി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഉള്ളൊരു വർക്കിനെ നമ്മൾ അതിനെ ടൈം സ്റ്റഡി ചെയ്തിട്ട് ഒരു ക്വാളിഫൈഡ് വർക്കറിന് ആ ഒരു വർക്ക് എത്ര ടൈമിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അതിനെ ഒരു സ്റ്റാൻഡേർഡൈസ് ഒരു ബെഞ്ച് മാർക്ക് ആക്കും.
അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള വർക്കേഴ്സിനൊക്കെ ചെയ്യുന്നതും. അതിനനുസരിച്ച് നമുക്ക് വേജ് നിശ്ചയിക്കാൻ പറ്റും, നമുക്ക് ഷെഡ്യൂൾ കീപ്പ് ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം വേണ്ടിയിട്ടൊരു എന്താണ് പറയുക, ഒരു ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു മെഷറിംഗ് ടെക്നിക്കാണ് വർക്ക് മെഷർമെൻറ്റ് അല്ലെങ്കിൽ ടൈം സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മൾ എന്തിനാണ് വർക്ക് സ്റ്റഡി ചെയ്യുന്നത്? ഒന്ന്, ഇപ്പോഴത്തെ പ്രസൻ്റ് ആയിട്ട് ഉള്ള ഒരു ജോലി നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അനലൈസ് ചെയ്ത് ഒരു പുതിയ ബെറ്റർ മെത്തേഡ് കൊണ്ടുവരാനാണ് ഒരു ഒബ്ജക്റ്റീവ്. പിന്നെ ടു മെഷർ ദ വർക്ക് കണ്ടന്റ് ഓഫ് എ ജോബ് ബൈ മെഷറിംഗ് ദി ടൈം റിക്വയർഡ് ടു ഡു ദ ജോബ് ഫോർ ക്വാളിഫൈഡ് വർക്കർ ആൻഡ് ഹെൻസ് ടു എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് ടൈം. നമ്മൾ പറഞ്ഞു വേജ് കൊടുക്കുമ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് ടൈമിലാണ്, അതായത് ഒരു വർക്ക് ചെയ്യാൻ ഒരു സ്റ്റാൻഡേർഡ് ടൈമാണ്. അപ്പം അതിന് മുകളിൽ ടൈം എടുക്കുകയാണെങ്കിൽ അയാൾക്ക് വേജ് കുറയും, അതിൽ താഴെയാണെങ്കിൽ അയാൾ കൂടുതൽ എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആണ് എന്ന്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ടൈം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ജോബിൻ്റെ ഒരു ടൈം എത്രയാണ് ടൈം എടുക്കുക, ഒരു ക്വാളിഫൈഡ് വർക്കറിന് എത്ര ടൈം എടുക്കുമെന്ന് മെഷർ ചെയ്യുകയും അതിനനുസരിച്ചിട്ട് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ടൈം എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യണം. പിന്നെ വേറൊരു ഒബ്ജക്റ്റീവ് എന്ന് ടു ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ബൈ എൻഷുറിംഗ് ദ ബെസ്റ്റ് പോസിബിൾ യൂസ് ഓഫ് ഹ്യൂമൻ മെഷീൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സ് ആൻഡ് ടു അച്ചീവ് ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ഓർ സർവീസ് അറ്റ് മിനിമം. നമ്മൾ പറഞ്ഞത് ഇത് ഒരു നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് ബെസ്റ്റ് ഒരു ബെറ്റർ മെത്തേഡ് കണ്ടുപിടിക്കുക മാത്രമല്ല, ബെറ്റർ യൂസ് ഓഫ്, ഞാൻ പറഞ്ഞ പോലെ ഹ്യൂമൻ, അതായത് ഹ്യൂമൻ റിസോഴ്സ്, മെഷീൻ, മെറ്റീരിയൽ റിസോഴ്സ് എല്ലാം കറക്റ്റായിട്ട് ഒപ്റ്റിമമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഒപ്റ്റിമൈ റിസോഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ അറ്റ് മിനിമം കോസ്റ്റ്, എക്കണോമിക്കലായിട്ട് ബെസ്റ്റ് ഈസി മെത്തേഡിൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ, ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് സ്റ്റഡി ചെയ്യുന്നത്. സെക്കൻഡ്, ടു ഇംപ്രൂവ് ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടാനാണ്. ബെനിഫിറ്റ്സ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നും കൂടെ പറയുന്നത്. ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി, മാനുഫാക്ചറിങ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, ഇംപ്രൂവ്ഡ് വർക്ക് പ്ലേസ് ലേഔട്ട്, നമുക്ക് വർക്ക് പ്ലേസ് ലേഔട്ട് എന്നൊരു പ്ലാന്റിൻ്റെ ലേഔട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് ഒരു വർക്ക് ഇപ്പം ബെറ്റർ ആയിട്ടൊരു നമ്മളൊരു മെത്തേഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് മെഷീനുകൾ ദൂരെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്കത് കൂടുതൽ അടുത്ത് കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിനൊരു നമുക്കൊരു എന്താണ് ഒരു പാത്ത് കൊടുക്കാം. ആദ്യം ഏത് മെഷീനായിരിക്കണം, രണ്ടാമത് ഏത് മെഷീനായിരിക്കണം, സ്റ്റോർ റൂം എവിടെയായിരിക്കണം, റോ മെറ്റീരിയൽസ് കീപ്പ് ചെയ്യാൻ എവിടെയായിരിക്കണം, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എവിടെയാണ് വയ്ക്കേണ്ടത്, അവസാനം ഡെസ്പാച്ച് ചെയ്യേണ്ട സ്ഥലം എവിടെയാണ്, ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ലേഔട്ടിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. ദെൻ ബെറ്റർ മാൻ പവർ പ്ലാനിങ് ആൻഡ് കപ്പാസിറ്റി, ഞാൻ പറഞ്ഞാൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ വർക്കേഴ്സിനെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, നമുക്കുള്ള റോ മെറ്റീരിയൽസിൻ്റെ ഓർഡേഴ്സ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഒരു സ്റ്റാൻഡേർഡ് ടൈം ഉണ്ട്, ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഇത്ര ടൈം എടുക്കുമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റോ മെറ്റീരിയൽ എന്ന് തീരുമെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് വീണ്ടും റീ ഓർഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഫെയർ വേജസ്, ഞാൻ പറഞ്ഞ നല്ല രീതിയിൽ നമുക്കൊരു ഗുഡ് വേജ് സിസ്റ്റം നമുക്ക് ഇതിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ ടു എംപ്ലോയീസ്. ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഒരു എന്താണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് ചിലപ്പോൾ തെറ്റായ രീതിയിലായിരിക്കും ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ എഫർട്ട് ആയിരിക്കും എംപ്ലോയീസ് എടുക്കുന്നത്, ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് നമുക്ക് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് എംപ്ലോയീസിന് കൊടുക്കാൻ കഴിയും. ഇംപ്രൂവ്ഡ് വർക്ക് ഫ്ലോ, ഞാൻ പറഞ്ഞ പോലെ അതായത് കറക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ബെറ്റർ ഒരു മെത്തേഡ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ഇംപ്രൂവ്ഡ് വർക്ക് ഫ്ലോ, അതായത് ബോട്ടിൽ നെക്സ് ഒന്നും ഉണ്ടാവില്ല. അതായത് ഒരിടത്ത് എന്തെങ്കിലും നമ്മൾ ആദ്യത്തെ ഒരിടത്ത് നമ്മളൊരു കഴിഞ്ഞപ്പോൾ പല സ്റ്റേഷൻ ഹെഡ് എന്ന് പറയും. ഇപ്പോൾ അസംബ്ലി ആണെങ്കിൽ ഇപ്പോൾ കാറിൻ്റെ അസംബ്ലി ആണെങ്കിൽ നമുക്കറിയാം, ആദ്യം അതിൻ്റെ ഷേസസ്, അത് കഴിഞ്ഞ് ബോഡി പാർട്സ്, അങ്ങനെ ഓരോ ഇലക്ട്രിക്കൽ. അപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചിലപ്പോൾ ബോട്ടിൽ നെക്ക് വരും. ബോട്ടിൽ നെക്ക് എന്ന് പറയുമ്പോൾ അവിടെ സ്ലോ ആയിരിക്കും പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരിടത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് അവിടെ സ്റ്റോപ്പായി, എന്നിട്ട് കുറച്ച് ഡിലേ വന്നിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് നമുക്കൊരു ഇമ്പ്രൂവ്ഡ് വർക്ക് ഫ്ലോ, നമുക്ക് എന്താണ് ഒരു ഡിലേ ഒന്നും ഇല്ലാതെ നമുക്ക് ഈ വർക്ക് ഫ്ലോയെ കൊണ്ടുപോകാൻ സാധിക്കും. റെഡ്യൂസ്ഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ്, നമ്മൾ വർക്ക് ലേഔട്ട് പറഞ്ഞാണ്. ഇപ്പോൾ
മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ സംഭവങ്ങളും ഓരോ സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പം റോ മെറ്റീരിയൽ ഏറ്റവും അടുത്തായിരിക്കണം, അതായത് ഫസ്റ്റ് വർക്കിംഗ് സ്റ്റേഷൻ്റെ അടുത്തായിരിക്കുന്ന റോ മെറ്റീരിയൽ, കാരണം അവിടെ നിന്ന് പെട്ടെന്ന് എത്താം. അതുപോലെ തന്നെ അവിടെ നിന്ന് അടുത്ത മെഷീൻ എന്ന് പറയുന്നത് തൊട്ടടുത്താണെങ്കിൽ നമുക്ക് കൂടുതൽ എളുപ്പമാണ്. അപ്പം നമുക്ക് അത്രയും ട്രാൻസ്പോർട്ടേഷൻ, മെറ്റീരിയൽ ഹാൻഡ്ലിങ്, ചിലപ്പോൾ കൺവെയർ ബെൽറ്റ് വേണ്ടി വരും, അല്ലെങ്കിൽ മോട്ടറൈസ്ഡ് കൺവെയർ ബെൽറ്റ് വേണ്ടി വരും. അപ്പോൾ അത് കുറയ്ക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമുക്ക് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. Then provides a standard of performance to measure labor efficiency, then better industrial relation and employee morale. നേരത്തെ പറഞ്ഞ നമ്മളെ എക്കോസിസ്റ്റം തന്നെ അല്ലെങ്കിൽ വർക്കിംഗ് പ്ലേസിൻ്റെ എക്കോസിസ്റ്റം മാറുമ്പോൾ തന്നെ ഇതൊക്കെ കൂടും. ബേസിസ് ഓഫ് സൗണ്ട് ഇൻസെൻറ്റീവ് സ്കീം, വേജിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ബോണസ് ഒക്കെ നമുക്ക് ബെറ്റർ ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പ്രൊവൈഡ്സ് ബെറ്റർ ജോബ് സാറ്റിസ്ഫാക്ഷൻ ടു ഫിസിക്കലി അവരുടെ വർക്കിന് കൂടുതൽ ഈസിനെസ് ആകുമ്പോൾ തന്നെ അവിടെ എന്താ പറയുക, അവിടുത്തെ അവരുടെ എൻവയോൺമെൻറ്റ് മാറുമ്പോൾ തന്നെ അവർക്ക് എംപ്ലോയീസിന് കൂടുതൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, സ്കോപ്പ് ഓഫ് വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത് മെത്തേഡ് സ്റ്റഡി ആൻഡ് വർക്ക് മെഷർമെൻറ്റ് ആർ ക്ലോസ്ലി ലിങ്ക് ടു ഈച്ച് അതർ ആസ് ബോത്ത് ആർ അസോസിയേറ്റ് വിത്ത് വർക്ക് സ്റ്റഡി. നമുക്കറിയാം വർക്ക് സ്റ്റഡിയിൽ രണ്ട് ഭാഗമാണ് മെത്തേഡ് സ്റ്റഡിയും വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. Method study reduces the content of job and work measurement investigates and reduces ineffective time associated with the job with the establishment of standard time. Method study എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടന്റ് ഓഫ് ജോബിനെ നമുക്ക് കുറയ്ക്കാം, എങ്ങനെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് ഏതാണ്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ വർക്ക് മെഷർമെൻറ്റ് ആക്ച്വലി ഞാൻ പറഞ്ഞതുപോലെ അതൊരു മെഷർമെൻറ്റ് ടെക്നിക്കാണ്. നമുക്ക് നോക്കിയിട്ട് ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേസ്റ്റ് നമുക്ക് ബേസിക്കലി എന്താണ് ഇൻഎഫക്റ്റീവ് അല്ലെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള ടൈം കുറച്ച് എവിടെയെങ്കിലും വേസ്റ്റ് ആവുന്നുണ്ടായിരിക്കും, അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടതിന് ശേഷം അതിനെ റെഡ്യൂസ് ചെയ്ത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ടൈം, അതായത് ആവശ്യമില്ലാതെ ചിലപ്പോൾ എവിടെയെങ്കിലും കുറച്ച് സമയം വേസ്റ്റ് ആവുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ കേസിൽ അത് 1 മിനിറ്റ് ആയാലും 2 മിനിറ്റ് ആയാലും അത് ഭയങ്കര വാല്യുബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഇൻഎഫക്റ്റീവ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് അല്ലാത്ത ടൈം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിനെ റെഡ്യൂസ് ചെയ്ത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ടൈം ഫോർ ദാറ്റ് ജോബ് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് വർക്ക് മെഷർമെൻറ്റ് ചെയ്യുന്ന ജോലി. So this results into efficient working operations leading to increase in productivity of that process. Basically നമ്മളെ വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ഇതാണ്, പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ലെസ് എമൗണ്ട് ഓഫ് കോസ്റ്റ് കൊണ്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളത്. ഓക്കെ, ഇതാണ് വർക്ക് സ്റ്റഡിയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. വർക്ക് സ്റ്റഡിയുടെ പ്രൊസീജിയർ ഈ ഒരു ഓർഡറിലാണ് നമുക്ക് വർക്ക് സ്റ്റഡിയുടെ പ്രൊസീജിയർ വരുന്നത്. ദാറ്റ് ഈസ് സെലക്ട്, റെക്കോർഡ്, എക്സാമിൻ, ഡെവലപ്പ്, മെഷർ, ദെൻ ഡിഫൈൻ, ഇൻസ്റ്റാൾ, മെയിൻറ്റെയിൻ. നമ്മൾ മെത്തേഡ് സ്റ്റഡി വരുമ്പോഴും ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. നമ്മളെ മെയിൻ വർക്ക് സ്റ്റഡിയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇതാണ്: സെലക്ട്, റെക്കോർഡ്, എക്സാമിൻ, ഡെവലപ്പ്, ദെൻ മെഷർ, ഡിഫൈൻ, ഇൻസ്റ്റാൾ ആൻഡ് മെയിൻറ്റെയിൻ. ഇത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സ്റ്റെപ്പ് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ വർക്ക് സ്റ്റഡി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതിന് അതിനൊരു ഫ്ലോ ചാർട്ട് പോലെ നമ്മൾ കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നോക്കിയാൽ അറിയാം 8 പോയിന്റുകളാണുള്ള. ആ 8 പോയിന്റുകൾ നമുക്ക് വർക്ക് സ്റ്റഡി പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സെലക്ട് എന്ന് പറയുന്നത്. സെലക്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്? ഐഡന്റിഫൈ ആൻഡ് സെലക്ട് ദ ജോബ് ഓർ പ്രോസസ് ടു ബി സ്റ്റഡി. നമ്മൾ എന്തിനെയാണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത് അതിനെ ആദ്യം സെലക്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, സെലക്ട് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് ഒബ്സർവേഷൻ, റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ഫ്രം ഡയറക്റ്റ് ഒബ്സർവേഷൻ, അതായത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് എഫക്റ്റീവ് ഒരു റെക്കോർഡിംഗ് ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ റെക്കോർഡ് ചെയ്യുക. നമ്മൾ ജോബ് ചെയ്യുന്ന അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് അല്ലെങ്കിൽ ആ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ റെക്കോർഡ് ചെയ്ത ആ ഫാക്റ്റ് അല്ലെങ്കിൽ ആ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സാമിൻ ചെയ്യുന്നു അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നു. നമ്മൾ ആ റെക്കോർഡ് ചെയ്തതിൻ്റെ ഡാറ്റാസ് അല്ലെങ്കിൽ ഫാക്റ്റ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നു.
ഇനി നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുറവുകളുണ്ടോ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മളൊരു പുതിയ ഒരു ഡെവലപ്പ് എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ അവിടെ ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. ഒരു ബെസ്റ്റ് എക്കണോമിക്കൽ മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കും. അതായത് നമ്മൾ എക്സാമിൻ ചെയ്ത് നമുക്ക് കിട്ടിയ ഡാറ്റയിൽ നിന്നും ഫാക്ട്സിൽ നിന്നും നമ്മൾ അതിൽ നിന്നും ആ വർക്കിനെ ഏറ്റവും എക്കണോമിക്കലാക്കി, ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് കൂടുതൽ കാശ് ചിലവാകാതെ നമുക്ക് എങ്ങനെ ഇതിനെ ഈ വർക്ക് ചെയ്ത് തീർക്കാൻ കഴിയുന്നുള്ള ഒരു എക്കണോമിക് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ തീരുമാനിക്കുന്നേ ഉള്ളൂ, ഡിസ്കഷനിലൂടെ അല്ലെങ്കിൽ സ്റ്റഡിയിലൂടെ നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് മെഷർ വർക്ക് ആൻഡ് കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ്. നമ്മൾ ഈ ഡെവലപ്പ് ചെയ്ത ആ വർക്കിനെ ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു, അപ്രോപ്രിയേറ്റ് മെത്തേഡ് വെച്ച് മെഷർ ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്ന് നമ്മളൊരു സ്റ്റാൻഡേർഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നു. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ടൈം ഫോർ ഡൂയിങ് ഇറ്റ് ബൈ ആഡിങ് ഒരു കാര്യം കൂടെ നമ്മൾ കൊടുക്കും, റെസ്റ്റ് അലവൻസ് എന്ന് പറയുന്ന സംഭവം കൂടെ കൊടുക്കും. അതായത് മാനായാലും മെഷീനായാലും നമ്മളൊരു റെസ്റ്റ് അലവൻസും കൂടെ കൊടുത്തിട്ടാണ് സ്റ്റാൻഡേർഡ് ടൈം കൊടുക്കുന്നത്. അതായത് നമുക്ക് എഫോർട്ട് ഉള്ളതാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു റെസ്റ്റിംഗ് ടൈമും കൂടെ അതിൽ കൊടുക്കുക. അതിന് നമ്മൾ റെസ്റ്റ് അലവൻസ് എന്ന് പറയും. അതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മളൊരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യും. ഇനിയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യും. ഡോക്യുമെന്റ് പർപ്പസ് ആണ്. ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് അതിന് ചേരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഡിഫൈൻ ചെയ്ത ആ മെത്തേഡിൻ്റെ സ്റ്റാൻഡേർഡ് ടൈമും കൂടെ നമ്മൾ ഫിക്സ് ചെയ്യണം. ഇതാണ് പുതിയ മെത്തേഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നത്. ആൻഡ് സെവൻത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ ന്യൂ മെത്തേഡ്. അതായത് ആ വർക്ക് മുമ്പ് ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ എക്സാമിൻ ചെയ്ത് പുതിയ എക്കണോമിക് മെത്തേഡ് ഡെവലപ്പ് ചെയ്ത് സ്റ്റാൻഡേർഡ് ടൈം എല്ലാം ചെയ്ത് നമ്മൾ ആ ഡിഫൈൻ ചെയ്ത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത ആ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രാക്ടിക്കലി നമ്മൾ അതിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അവിടെ നിൽക്കുന്ന വർക്കേഴ്സിനെ അല്ലെങ്കിൽ പേഴ്സണിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു. അതായത് ഇനി അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടി. അത് ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളിതിനെ പ്രോപ്പർ കൺട്രോൾ മെക്കാനിസം വെച്ച് പുതിയ മെത്തേഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. മെയിൻറ്റെയിൻ ദി സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ബൈ എ പ്രോപ്പർ കൺട്രോൾ മെക്കാനിസം. ഇതാണ് ബേസിക്കലി വർക്ക് സ്റ്റഡി പ്രൊസീജിയറിൻ്റെ എന്താ പറയുക പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ 8 പോയിന്റ്സ് ഉണ്ട്. മറക്കരുത്: സെലക്ട്, റെക്കോർഡ്, എക്സാമിൻ, ഡെവലപ്പ്, മെഷർ, ഡിഫൈൻ, ഇൻസ്റ്റാൾ, മെയിൻറ്റെയിൻ. SREDMDIM കോഡ് പോലെ നിങ്ങൾ പഠിച്ചു വെച്ചിരുന്ന SREDMDIM. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 8 പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ ഔട്ട് ഓഫ് ദി 8 സ്റ്റെപ്പ് ആദ്യത്തെ 1, 2, 3 എന്ന് പറയുന്നത് കോമൺ ആണ്, എല്ലാ സ്റ്റഡിക്കും കോമൺ ആണ്. സെലക്ട് ജോബ് ചെയ്യുക, എക്സാമിൻ ചെയ്യുക, ഇതെല്ലാം കോമൺ ആയിട്ടുള്ള എല്ലാ സ്റ്റഡിയിലും ഉള്ളതാണ്. പക്ഷേ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് മെത്തേഡ് സ്റ്റഡി പ്രാക്ടീസ്. അതാണ് കറക്റ്റ് മെത്തേഡ് സ്റ്റഡി. കാരണം വർക്ക് സ്റ്റഡി നമ്മൾ 2 തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 3 പോയിന്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി എല്ലാ സ്റ്റഡിയിലും ഉള്ളതാണ്. 4ാമത്തെ എന്ന് പറയുന്നത് മെത്തേഡ് സ്റ്റഡി പ്രാക്ടീസ് ആണ്. 5ാമത്തെ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, അവിടെ മെഷറാണ്, അതായത് വർക്ക് മെഷർമെന്റ് ടെക്നിക്കാണ് 5ാമത്തത്. അപ്പോൾ വർക്ക് സ്റ്റഡി നമ്മൾ മെയിനായിട്ട് 2 ഡിവൈഡ് ചെയ്യുന്നതിൽ മെത്തേഡ് സ്റ്റഡി വരുന്നത് 4ാമത്തെ സ്റ്റെപ്പിലും 5ാമത്തെ സ്റ്റെപ്പിലാണ് വർക്ക് മെഷർമെന്റ് ടെക്നിക്ക് വരുന്നത് 5ാമത്തെ സ്റ്റെപ്പിലാണ്. ഓക്കെ, ഇനി നമ്മൾ മെത്തേഡ് സ്റ്റഡി, അതായത് വർക്ക് സ്റ്റഡിയെ 2 തിരിക്കുന്നു പറഞ്ഞു. ഒന്ന് മെത്തേഡ് സ്റ്റഡി, ഒന്ന് വർക്ക് മെഷർമെന്റ് ആണ്. അതിലൊന്നാണ് മെത്തേഡ് സ്റ്റഡി. വർക്ക് മെത്തേഡ്സ് അനാലിസിസ് എന്നും പറയും, മെത്തേഡ് സ്റ്റഡി എന്ന് പറയും, മെത്തേഡ് ഇംപ്രൂവ്മെന്റ്, വർക്ക് ഇംപ്രൂവ്മെന്റ്, ഇങ്ങനെ പല പേരിലും പറയും. മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സയന്റിഫിക് ടെക്നിക്ക് ഓഫ് ഒബ്സർവിംഗ്, റെക്കോർഡിംഗ് ആൻഡ് ക്രിട്ടിക്കലി എക്സാമിനിങ് ദ പ്രസന്റ് മെത്തേഡ് of performing a task or operation with the aim of improving the present method and developing a new and cheaper method. നമ്മുടെ വർക്ക് സ്റ്റഡിയിൽ തന്നെയാണ്, വർക്ക് സ്റ്റഡി തന്നെയാണ് മെത്തേഡ് സ്റ്റഡി. വർക്ക് സ്റ്റഡിയിൽ ഒരു ഇതാണ്, ബ്രാഞ്ചാണ്. അത് നമ്മൾ സെയിം ടെക്നിക്കിലൊക്കെ തന്നെയാണ്, അത് സയന്റിഫിക് ടെക്നിക്കാണ്. ഇതെല്ലാം സയന്റിഫിക്
മാനേജ്മെന്റിൽ വരുന്നതാണ്. ഈ ഒരു സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി, വർക്ക് സ്റ്റഡി ഇതെല്ലാം സയന്റിഫിക് മാനേജ്മെന്റിൽ വരുന്ന ഒരു പാർട്ടാണ്. സയന്റിഫിക് മാനേജ്മെന്റ് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. മോഡേൺ മാനേജ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആരാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, F.W. ടൈലർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഈ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി, ഡിഫറൻഷ്യൽ പേയ്മെന്റ്, സയന്റിഫിക് റിക്രൂട്ട്മെന്റ് ആൻഡ് ട്രെയിനിങ്, പിന്നെ എന്താ കോപ്പറേഷൻ, ഫ്രണ്ട്ലി കോപ്പറേഷൻ ആൻഡ് എക്കോസിസ്റ്റം ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ്, ഇതെല്ലാം അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ. അപ്പൊ ഇത് ആ സയന്റിഫിക് ഒരു മാനേജ്മെന്റ് ബേസിൽ വരുന്ന ഒരു സംഭവമാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, മെത്തേഡ് സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് പ്രൊപ്പോസ്ഡ് മെത്തേഡ് ഓഫ് ഡൂയിങ് എനി ജോബ് ഓർ ഓപ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ, അതായത് വർക്ക് സ്റ്റഡിയുടെ ഒരു സബ്സിഡറി ആണല്ലോ, അപ്പോൾ അതിന്റെ എല്ലാ ഒബ്ജക്റ്റീവ്സും തന്നെ ഇതിലും ഉണ്ടാകും. എക്സസീവ് മെറ്റീരിയൽ ഹാൻഡ്ലിങ് റെഡ്യൂസ് ചെയ്യുന്നു, റെഡ്യൂസിങ് ഫെറ്റിക് ടു വർക്ക്മെൻ, അതായത് അവർ ഫിസിക്കലി അവർക്ക് പ്രശ്നങ്ങളൊന്നും വരാതെ നോക്കുന്നു, ഓപ്പറേഷൻ കോസ്റ്റ് കുറയ്ക്കുന്നു, ഇംപ്രൂവ്മെന്റ് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അൺനെസസറി ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് മോഷൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. നമ്മളതിൽ വർക്ക് സ്റ്റഡിയിൽ ബേസിക്കലി നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നില്ല. പക്ഷെ മെത്തേഡ് സ്റ്റഡി നമ്മളതിനെ കറക്റ്റ് എങ്ങനെയാണ് എങ്ങനെ ഇതിനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാന്നുള്ളത് കാര്യങ്ങൾ പറയുന്നുണ്ട്. അഡ്വാൻറ്റേജസ് ഇത് തന്നെ, വർക്ക് സിംപ്ലിഫിക്കേഷൻ, ഇംപ്രൂവ്ഡ് വർക്കിംഗ് മെത്തേഡ്, ബെറ്റർ പ്രോഡക്റ്റ് ക്വാളിറ്റി, ഇംപ്രൂവ്ഡ് വർക്ക് പ്ലേസ് ലേഔട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ബെറ്റർ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ, ഇതൊക്കെയാണ്. Then advantages of method study: less fatigue the operator, optimal utilization, higher safety to workmen, shorter production lives, higher job. നമ്മൾ സെയിം അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് അതെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, മെത്തേഡ് സ്റ്റഡി പ്രൊസീജിയർ വരുമ്പോൾ നമ്മൾ നേരത്തെ 8 പറഞ്ഞു, ഇവിടെ 6 ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷെ എല്ലാം ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ അറിയാം സെയിം കാര്യങ്ങൾ തന്നെയാണ്. SREDIM, സ്റ്റഡിം എന്നാണ് മെത്തേഡ് സ്റ്റഡിക്കാണ് ഈ ഒരു അബ്രിവേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റഡിം എന്ന് പറയുന്നത്. SREDIM, സെലക്ട്, റെക്കോർഡ്, എക്സാമിൻ, ഡെവലപ്പ്, ഡിഫൈൻ, ഇൻസ്റ്റാൾ ആൻഡ് മെയിൻറ്റെയിൻ. ഇതാണ് മെത്തേഡ് സ്റ്റഡിയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് മെത്തേഡ് സ്റ്റഡിയുടെ പ്രൊസീജിയേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കണ്ടല്ലോ, സെലക്ട് നേരത്തെ പറഞ്ഞത് വർക്ക് പ്രൊസീജിയർ, അല്ല എന്താണ് പ്രൊസീജിയർ എന്നുള്ള കാര്യം നമ്മൾ സെലക്ട് ചെയ്യുന്നു. എക്സാമിൻ ചെയ്യേണ്ടത് എന്താണ്, അതിൻ്റെ കറണ്ട് പെർഫോമൻസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അതായത് ഏറ്റവും കൂടുതൽ കോസ്റ്റ് ഉണ്ടാകുന്ന പ്രോസസ്സ് ഏതാണ്, ബോട്ടിൽ നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഡിലേ ഉണ്ട് അവിടെയാണ്, ടോർച്ചസ് റൂട്ട് ഏതാണ്, ലോ പ്രൊഡക്ടിവിറ്റി, ഇറാക്റ്റീവ് ക്വാളിറ്റി, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നോക്കിയതിന് ശേഷമാണ് കറണ്ട് പെർഫോമൻസ് നോക്കിയ ശേഷം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒരു പ്ലേസിൽ നമുക്ക് സംശയം തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അതിനെ സെലക്ട് ചെയ്യുന്നു. Then we will record and document facts, activities performed, operators involved, equipment, tool, materials മൂവ് ചെയ്യുന്നത്, എല്ലാം നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ആ ജോബ് എങ്ങനെയാണ് ചെയ്യുന്നത് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. Then we will examine ചെയ്തിട്ട് these facts critically, അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ ഓഫ് സീക്വൻസ് ഇതെല്ലാം യൂസ് ചെയ്ത് നമ്മൾ ബെസ്റ്റ് സ്യൂട്ടഡ് സംഭവം എന്താണെന്നുള്ളത് നമ്മൾ ഈ ഫാക്റ്റ് അല്ലെങ്കിൽ ഡാറ്റ വെച്ച് നമ്മൾ എക്സാമിൻ ചെയ്യും. അതായത് കറക്റ്റ് നമ്മൾ ആ സീക്വൻസ് ഓർഡർ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ ബെസ്റ്റ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ നമ്മളിതിനെ എക്സാമിൻ ചെയ്യും. Then we develop alternative method. നമ്മൾ വേറൊരു സംഭവം എന്താ ഡെവലപ്പ് ചെയ്ത് നമ്മളതിനെ ഡിഫൈൻ ചെയ്യാറാണ് പതിവ്, അല്ലേ? നമ്മളത് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മളതിനെ ഡിഫൈൻ ചെയ്യും. ഡിഫൈൻ എ ന്യൂ മെത്തേഡ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഐഡന്റിഫൈ. നമുക്ക് ഒരു പുതിയൊരു മെത്തേഡ് ഡിഫൈൻ ചെയ്യുന്നു. അടുത്ത് നമ്മൾ മറ്റേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ന്യൂ മെത്തേഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അവിടുത്തെ വർക്കേഴ്സിനെ നമ്മളതിനെ ട്രെയിൻ ചെയ്ത് പ്രാപ്തരാക്കുന്നു. ദെൻ നമ്മളതിനെ റെഗുലർ റൂട്ടീനും ചെക്കപ്പും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്ത് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, മോണിറ്റർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഇതിനെ കൊണ്ടുപോകുന്നു. ഇതാണ് മെത്തേഡ് സ്റ്റഡിയുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു, മെത്തേഡ് സ്റ്റഡിയിൽ റെക്കോർഡിംഗ് ഉണ്ടല്ലോ, കൂടുതലും റെക്കോർഡിംഗ് ആണ് ചെയ്യുന്നത്. റെക്കോർഡിംഗ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റെക്കോർഡിംഗ് ചെയ്യുന്നത് ടെക്നിക്സ് കുറേ ഉണ്ട്. റെക്കോർഡിംഗ് ടെക്നിക്സ് ഫോർ മെത്തേഡ് സ്റ്റഡി ഒന്ന് ഈ ചാർട്ട് അല്ലെങ്കിൽ ഡയഗ്രാം ഉണ്ട്. ഡയഗ്രാം എന്ന് പറയുമ്പോൾ അതിനെ രണ്ടാമത് തിരിച്ചിട്ടുണ്ട്. ഡയഗ്രാം, ഫ്ലോ ഡയഗ്രാം ഉണ്ട്, സ്ട്രിംഗ് ഡയഗ്രാം ഉണ്ട്.
ദെൻ ചാർട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. മാക്രോ മോഷൻ ചാർട്ട് ഉണ്ട്, മൈക്രോ മോഷൻ ചാർട്ട് ഉണ്ട്. മാക്രോ മോഷൻ തന്നെ വീണ്ടും നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻസ് പ്രോസസ് ചാർട്ട് അല്ലെങ്കിൽ ഔട്ട്ലൈൻ പ്രോസസ് ചാർട്ട് എന്ന് പറയും, OPC. ദെൻ ഫ്ലോ പ്രോസസ് ചാർട്ട് ഉണ്ട്, ടു ഹാൻഡഡ് പ്രോസസ് ചാർട്ട്, മൾട്ടിപ്പിൾ ആക്ടിവിറ്റി ചാർട്ട്. അപ്പോൾ ഇതാണ് റെക്കോർഡിംഗ് ടെക്നിക്സ്. അപ്പോൾ ഈ നമ്മൾ പറയുന്ന ചാർട്ടുകൾ, ഡയഗ്രാംസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. മെത്തേഡ് സ്റ്റഡിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ്. ബേസിക്കലി 6 സിമ്പിൾസ് ആണുള്ളത്. ഒന്ന് ഓപ്പറേഷൻ, അല്ലെങ്കിൽ വർക്ക് നടക്കുന്നതിന് നമ്മൾ സർക്കിൾ സിമ്പിൾ യൂസ് ചെയ്യും. ഇൻസ്പെക്ഷൻ ആണെങ്കിൽ റെക്റ്റാങ്കുലർ, ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ഒരു ആരോ വിത്ത് എ ഹെഡ്. ദെൻ ഡിലേക്ക് ആണെങ്കിൽ ഡിയുടെ ഒരു ചിഹ്നമാണ്. സ്റ്റോറേജ് ആണെങ്കിൽ ട്രയാങ്കിൾ. ദെൻ ഒരു സ്ക്വയറിൻ്റെ അകത്ത് അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ അകത്ത് ഒരു സർക്കിൾ ഇടുന്നത് ഒരു കമ്പൈൻഡ് ആക്ടിവിറ്റി. കമ്പൈൻഡ് ആക്ടിവിറ്റി എന്ന് ആലോചിച്ചാൽ മതി. ഓപ്പറേഷനും ഇൻസ്പെക്ഷനും കൂടെ രണ്ടും കൂടെ ചേർന്ന് നമ്മൾ അവിടെ വർക്കും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ അതിനെ ചെക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു കമ്പൈൻഡ് ആക്ടിവിറ്റിയാണ്. ഇതാണ് മെത്തേഡ് സ്റ്റഡിയുടെ സിമ്പിൾസ് എന്ന് പറയുന്നത്. സിമ്പിൾസ് വേണമെങ്കിൽ ചോദിക്കാം: ഓപ്പറേഷൻ, ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡിലേ, സ്റ്റോറേജ് ആൻഡ് കമ്പൈൻഡ് ആക്ടിവിറ്റി ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ. ആൻഡ് ഞാൻ പറഞ്ഞു ഇൻഡിക്കേറ്റ്സ് മെയിൻ സ്റ്റെപ്സ് ഇൻ പ്രോസസ് മെത്തേഡ്. സർക്കിൾ എന്ന് പറയുന്നത് ഓപ്പറേഷനാണ്, അല്ലെങ്കിൽ എന്ത് ഒരു വർക്ക് ചെയ്യുന്നു. ഇൻസ്പെക്ഷൻ ക്വാളിറ്റി ചെക്കിംഗ് ആകാം ഇൻസ്പെക്ഷൻ. ദെൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് മൂവ്മെന്റ്. ഞാൻ പറഞ്ഞ പോലെ 3 കാര്യങ്ങളുടെ മൂവ്മെന്റ് ആവാം. ഒന്നുകിൽ വർക്കറിന്റെ മൂവ്മെന്റ് ആവാം, അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ മൂവ്മെന്റ് ആവാം, അല്ലെങ്കിൽ മെഷീൻ അല്ലെങ്കിൽ എക്യുപ്മെന്റിന്റെ മൂവ്മെന്റ്. ഇതിനെ കാണിക്കുന്നത് ട്രാൻസ്പോർട്ട് കാണിക്കുന്നത് ആരോ ആണ്. ദെൻ സ്റ്റോറേജ് അല്ലെങ്കിൽ ഡിലേ. ടെമ്പററി സ്റ്റോറേജിനാണ് ഡി, അതായത് കുറച്ച് സമയത്തേക്ക് മാത്രം സ്റ്റോർ ചെയ്യുക. അല്ലെങ്കിൽ ഡിലേ ആണോ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡി എന്നുള്ള സിമ്പിളാണ്. ദെൻ പെർമനന്റ് സ്റ്റോറേജ്. പെർമനന്റ് സ്റ്റോറേജ് വെച്ചാൽ നമുക്ക് അതായത് അടുത്ത് ഡിസ്പാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ലോറിയിൽ കൊണ്ടുപോകാൻ നമ്മൾ അവസാനം സ്റ്റോർ റൂമിൽ സ്റ്റോർ ചെയ്യില്ല, പെർമനന്റ് ആയിട്ട് സ്റ്റോറേജ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ട്രയാങ്കുലർ കാണിക്കുന്നത്. ദെൻ കമ്പൈൻഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ 2 ആക്ടിവിറ്റീസ് ചേർന്ന്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓപ്പറേഷൻ, ലാർജ് സർക്കിൾ ഇൻഡിക്കേറ്റ്സ് ആണ് ഓപ്പറേഷൻ. ഇപ്പം ഒരു ആണി അടിക്കുക, മിക്സ് ചെയ്യുക, ഡ്രില്ലിങ്, ഹോൾ ഡ്രിൽ ചെയ്യുക, ഇതെല്ലാം ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ അതിന് സർക്കിൾ. ദെൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ മൂവ് മെറ്റീരിയൽ ബൈ ട്രക്ക്, അല്ലെങ്കിൽ മെറ്റീരിയൽ കൺവെയർ ബെൽറ്റിലൂടെ വരുന്നത്, അല്ലെങ്കിൽ മൂവ് മെറ്റീരിയൽ ബൈ ക്യാരിങ്, അത് ഒരാൾ കൊണ്ടുപോകുന്നത്. മെസ്സഞ്ചർ, ഒരാൾ മെസ്സേജ് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരാൾ ലെറ്റർ കൊടുക്കും. അതെല്ലാം എന്താണ്, ഒരു മൂവ്മെന്റ് ആണ് നടക്കുന്നത്, അവിടെ ഒരു വർക്ക് ട്രാൻസ്പോർട്ടേഷൻ നടക്കുകയാണ്. ദെൻ സ്റ്റോറേജ്. സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബൾക്കായിട്ട് റോ മെറ്റീരിയൽ സ്റ്റോർ ചെയ്തേക്കും, അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമ്മൾ അടുക്കി വെച്ചേക്കുന്നു, അവസാനം നമ്മൾ ലോറിയിലേക്ക് കയറ്റി മുമ്പേ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനെ കയറ്റി മുമ്പേ. അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെന്റ്സ്, ഓഫീസിലെ ഡോക്യുമെന്റ്സ് എല്ലാം കീപ്പ് ചെയ്തിരുന്നു, നമ്മുടെ ലോക്കറിൽ വെച്ചേക്കുന്നു. ഇതെല്ലാം എന്താണ്, സ്റ്റോറേജാണ്. ദെൻ ഡിലേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എലിവേറ്ററിലേക്ക് മൂവ് ചെയ്യാണ്. ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ പാക്ക് ചെയ്ത സാധനം ലിഫ്റ്റിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ലിഫ്റ്റിന്റെ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ലിഫ്റ്റ് വരാൻ ഒരു 1 മിനിറ്റ് ലേറ്റ് ആവും, അത് ഡിലേ ആണ്. ഓക്കെ. ദെൻ മെറ്റീരിയൽ ഇൻ ട്രക്ക് ഓർ എ ഫ്ലോർ അറ്റ് ബെഞ്ച് വെയിറ്റിംഗ് ടു ബി പ്രോസസ്ഡ്. അടുത്ത് ഒരാൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സാധനം അടുത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പിന്നെ പേപ്പേഴ്സ് വെയിറ്റിംഗ് ടു ബി ഫയൽഡ്, ഫയലിൽ വെക്കാൻ വേണ്ടി നമ്മൾ പേപ്പർ വെയിറ്റ് ചെയ്ത്, അതെല്ലാം ഒരു ഡിലേ ആണ്. ഓക്കെ. ദെൻ ഇൻസ്പെക്ഷൻ ക്വാളിറ്റി ചെക്കിംഗ് ആവാം. അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ബോയിലറിന്റെ റീഡിങ് എടുക്കുന്ന, ടെമ്പറേച്ചർ നോക്കുന്നതാകാം, അല്ലെങ്കിൽ ഇപ്പോൾ നോട്ടീസ് ബോർഡിൽ ഇരിക്കുന്ന ഒരു ഇൻഫർമേഷൻ, നോട്ടീസ് നമ്മൾ വായിക്കുന്ന, ഇതെല്ലാം ഇൻസ്പെക്ഷന്റെ കാര്യത്തിൽ വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, നമുക്ക് എല്ലാ സെക്ടറിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ സെക്ടർ, എല്ലാത്തിലും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാത്തിലും നമുക്ക് കോമൺ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഇൻസ്പെക്ഷനും അതുപോലെയുള്ള ഇതിലുള്ള എക്സാമ്പിൾ എല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പല രീതിയിലുള്ള, പല ഇൻഡസ്ട്രിയിലാകാം, ഇപ്പം ഹെൽത്ത് കെയർ ആകാം, എന്തും ആകാം. ക്വാളിറ്റി ചെക്കിങ് മാത്രമല്ല, അതുപോലെ റീഡിങ് നോക്കുന്നത്, ഹെൽത്ത് കെയറിൽ നമ്മൾ പ്രഷർ നോക്കുന്നത്, അതൊരു ഇൻസ്പെക്ഷനാണ്. അതുപോലെ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് കോളേജിലോ സ്കൂളിലോ നോട്ടീസ് ബോർഡിൽ ഇൻഫർമേഷൻ വായിക്കുന്നത്, അതും എന്താണ്, ഒരു ഇൻസ്പെക്ഷനാണ്. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും, അതായത് പല സെക്ടറിലും നമുക്ക് ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെത്തേഡ് സ്റ്റഡിയിലെ പ്രോസസ് ചാർട്ട്സ്, ഔട്ട്ലൈൻ പ്രോസസ് ചാർട്ട്, ഓപ്പറേഷൻ പ്രോസസ് ചാർട്ട്. നമുക്ക് എന്താണ്
പ്രോസസ് ചാർട്ട് എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ആവശ്യമില്ല. ഓപ്പറേഷൻ ചാർട്ട് നമുക്ക് മെത്തേഡ് സ്റ്റഡിയിൽ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ആണ്. അത് മെറ്റീരിയലും പ്രോസസ്സും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ വർക്ക് ഒരു സീക്വൻസിൽ നടക്കുന്നതെന്നുള്ളത് നമ്മളതിനെ ഒരു ചാർട്ടിൽ നമുക്ക് എങ്ങനെ അതിനെ റെക്കോർഡ് ചെയ്യാം. സീക്വൻസ് വൈസ് ഇവൻറ്റ്സ് എങ്ങനെ സീക്വൻസ് വൈസ് നമുക്കത് റെക്കോർഡ് ചെയ്യുന്നുള്ളത് ഒരു ചാർട്ടാണ്. ചാർട്ടിലാണ് നമ്മൾ കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ദെൻ ഫ്ലോ പ്രോസസ് ചാർട്ട് ഉണ്ട്. ദെൻ ടു ഹാൻഡഡ് പ്രോസസ് ചാർട്ട് ഉണ്ട്. ആക്ടിവിറ്റി അതൊരു വർക്കറിന്റെ അല്ലെങ്കിൽ ഓപ്പറേറ്ററിന്റെ രണ്ട് കൈകൾ ഹാൻഡ്സ് ഓർ ലിംസ് റെക്കോർഡഡ് ക്രോണോഗ്രാഫിക്കലി ടൈം അനുസരിച്ച് നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് ടു ഹാൻഡഡ് പ്രോസസ്സ്. ദെൻ ഫ്ലോ പ്രോസസ്സ് നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോ പ്രോസസ്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽ പ്രോഡക്റ്റ് ടൈപ്പോ മെഷീൻ ടൈപ്പോ അങ്ങനെ പലതരത്തിലുള്ള ഫ്ലോ പ്രോസസ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. മൾട്ടിപ്പിൾ ആക്ടിവിറ്റി ചാർട്ട്, അതായത് പല ആക്ടിവിറ്റി, ഒരു വർക്കറും ഒരു മെഷീനും, അതുപോലെ ഒരു വർക്കറും രണ്ട് മെഷീനിൽ വർക്ക് ചെയ്യാം, അതുപോലെ രണ്ട് മെഷീനിൽ രണ്ട് വർക്കേഴ്സും യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിലുള്ള മൾട്ടിപ്പിൾ ആക്ടിവിറ്റി ചാർട്ട്. ഫ്ലോ ഡയഗ്രാം ഉണ്ട്, സ്ട്രിംഗ് ഡയഗ്രാം ഉണ്ട്. സ്ട്രിംഗ് ഡയഗ്രാം സ്ട്രിംഗ് ത്രെഡ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഒരു സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് നമുക്ക് പാത്ത് കാണിക്കാൻ പറ്റും. വർക്കർ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് സ്കെയിൽഡ് മോഡലിൽ നമുക്ക് പ്ലാന്റിന്റെ സ്കെയിൽഡ് മോഡലിൽ തന്നെ നമുക്ക് സ്ട്രിങ് വെച്ച് ചുറ്റി അതെങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞുതരാം. എങ്ങനെ നമുക്ക് അതിന്റെ സീക്വൻസ് ഓഫ് ഇവന്റ്സ് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇതെല്ലാം മെത്തേഡ് സ്റ്റഡിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതല്ല, മെത്തേഡ് സ്റ്റഡിയിൽ ഉള്ള ചാർട്ടിന്റെ അകത്ത് വരുന്ന ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രോസസ് അല്ലെങ്കിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ചാർട്ടുകളാണ്. അപ്പോൾ അതാണ് നമ്മൾ ബേസിക്കലി പറയുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. പിന്നെ സിമോ ചാർട്ട് ഉണ്ട്. മൈക്രോ മോഷൻ സ്റ്റഡിയുടെ സിമോ ചാർട്ട് എന്ന് പറയുന്നത്. Simultaneous motion chart. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതിൽ പറയുന്ന ഫസ്റ്റ് ആണ് ഔട്ട്ലൈൻ പ്രോസസ് ചാർട്ട് എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ആദ്യം നോക്കാം. ഓപ്പറേഷൻ പ്രോസസ് ചാർട്ട് അല്ലെങ്കിൽ ഔട്ട്ലൈൻ പ്രോസസ് ചാർട്ട്, എങ്ങനെയായാലും OPC എന്ന് പറയും. അതായത് നമുക്കുള്ള ആ സിമ്പൽ അനുസരിച്ച് നമുക്കൊരു ആക്ടിവിറ്റി എങ്ങനെയാണ് നമുക്ക് ഗ്രാഫിക്കലി നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് ഒരു പഞ്ചേർഡ് സ്കൂട്ടറിന്റെ ടയർ നമുക്ക് എങ്ങനെ റിപ്പയർ ഓഫ് എ പഞ്ചേർഡ് സ്കൂട്ടർ ടൈപ്പ് അല്ല, സ്കൂട്ടർ ടയർ. അപ്പൊ ചാർട്ട് ബിഗിൻ ചെയ്യുന്നത് എവിടെ, ചാർട്ട് എൻഡ് ചെയ്യുന്നത് എവിടെ, ഈ മെത്തേഡ് ചാർട്ട് ആരാണ് ഉണ്ടാക്കിയത്, ഇതാണ് നമുക്ക് ബേസിക്കലി നമുക്കത് കാണാൻ പറ്റുന്നത്. ആ ചാർട്ടിലുള്ള ആക്ടിവിറ്റി കാണിച്ചിരിക്കും, ഇപ്പം എന്താണോ ആക്ടിവിറ്റി അത് ആക്ടിവിറ്റി ചെയ്തിരിക്കും, എവിടെ നിന്ന് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നു, ആക്ടിവിറ്റി എവിടെ എൻഡ് ചെയ്യുന്നു, ഇതാരാണ് ഉണ്ടാക്കിയത്, പിന്നെ ആക്ടിവിറ്റിയുടെ ഒരു മൊത്തം സമ്മറൈസ്ഡ് കാര്യം കാണും. ഇപ്പൊ ഫസ്റ്റ് ജാക്കബ് സ്കൂട്ടർ, അതൊരു ഓപ്പറേഷൻ ആയതുകൊണ്ടാണ് സർക്കിൾ. നെക്സ്റ്റ് രണ്ടാമത്തെ റിമൂവ് ദ ഹബ് ക്യാപ്പ് ഓഫ് ദി വീൽ, ലൂസൻ ദ നെറ്റ് ആൻഡ് പ്ലേസ്. നമുക്ക് അറിയാലോ പഞ്ചറായ സ്കൂട്ടറിന് എങ്ങനെ ഒരു വീൽ റിമൂവ് ചെയ്യുക, റിമൂവ് ഔട്ടർ കവർ, റിമൂവ് റിങ്, ലൊക്കേറ്റ് ദ പങ്ക്ചറിങ് ട്യൂബ് നോക്കുക. പല രീതിയിൽ, ഇപ്പോൾ ട്യൂബ്ലെസ് ആണെങ്കിൽ ഇതിന്റെ ആവശ്യമൊന്നുമില്ല, എവിടെയാണ് പഞ്ചർ നോക്കുക, നമ്മൾ അതിന്റെ ഒരു ഗ്ലൂ കൊണ്ട് അതിനെ ഇൻസേർട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് നമുക്ക് നോക്കുമ്പോൾ ഓപ്പറേഷൻസ് ഉണ്ട്. അതിനിടയിൽ നമുക്ക് 1 എന്ന് പറയുന്നിടത്ത് റെക്റ്റാങ്കിൾ കാണാം. ലൊക്കേറ്റ് ദ പഞ്ചറിങ് ട്യൂബ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻസ്പെക്ഷൻ ആണ്, അതുകൊണ്ടാണ് അവിടെ 1 അതിലിട്ടേക്കുന്നത്. പിന്നെ മാർക്ക് ദ പഞ്ചർ റിപ്പയർ ചെയ്യുക, വീണ്ടും നമ്മളൊന്നും കൂടെ വെള്ളത്തിൽ മുക്കി നോക്കുക എവിടെയെങ്കിലും പഞ്ചർ ഉണ്ടോ, അതാണ് റീചെക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ആക്ടിവിറ്റി ആണുള്ളത്. അപ്പം മൊത്തം ആക്ടിവിറ്റി എന്തൊക്കെയാണ്, ഓപ്പറേഷൻസ്, ഇൻസ്പെക്ഷൻ മാത്രമേ ഈ 2 ആക്ടിവിറ്റി ഇവിടെ ഉള്ളൂ. രണ്ട് സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്. മെത്തേഡ് ഓപ്പറേഷൻ മൊത്തം 8 ഓപ്പറേഷനും 2 ഇൻസ്പെക്ഷനും നടക്കും. അപ്പൊ ഇതുപോലെയുള്ള നമ്മളുടെ ആക്ടിവിറ്റിയും നമുക്ക് ഇതിനെ ഒരു ചാർട്ടിൽ കാണിക്കാൻ പറ്റും. അതാണ് ഈ ഔട്ട്ലൈൻ പ്രോസസ് ചാർട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ പ്രോസസ് ചാർട്ട്. അതിന്റെ ഒരു ഫിഗറാണിത്. ഇനി ഫ്ലോ പ്രോസസ് ചാർട്ട്. ഫ്ലോ പ്രോസസ് ചാർട്ട് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഒരു സീക്വൻസ് ഓർഡറിലാണ് ഓപ്പറേഷൻ, ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ട്, ഡിലേ, സ്റ്റോറേജ്, ഇതെല്ലാം നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം. ഇത് ഡീറ്റെയിൽഡ് വെർഷൻ ഓഫ് ഔട്ട്ലൈൻ. അത് നമുക്ക് നമ്മൾ നേരത്തെ കണ്ട ഔട്ട്ലൈൻ പ്രോസസ് ചാർട്ടിനുണ്ടല്ലോ, അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വെർഷൻ ആയിട്ട് നമുക്ക് ഇതിനെ പറയാം ഫ്ലോ പ്രോസസ് ചാർട്ട് എന്ന് പറയുന്നത്. 3 ടൈപ്പ് ഫ്ലോ പ്രോസസ് ചാർട്ടാണ് ഉള്ളത്. അതാണ് 3Ms എന്ന് പറയാം. അതായത് ഒന്ന് മാൻ അല്ലെങ്കിൽ വർക്കർ ടൈപ്പ് ഫ്ലോ പ്രോസസ് ചാർട്ട്,
ഈ ഫ്ലോ പ്രോസസ് ചാർട്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് ആ വർക്കർ എന്ത് ചെയ്തു. 3M എന്ന് ഉദ്ദേശിക്കുന്നത് മാൻ, മെറ്റീരിയൽ, മെഷീനാണ്. 3 ടൈപ്പ് ഉണ്ട് 3Ms. അതായത് വർക്കർ അല്ലെങ്കിൽ ആ മാൻ അദ്ദേഹം എന്ത് ചെയ്തു അതിനെ റെക്കോർഡ്, അദ്ദേഹത്തിന്റെ വർക്ക് റെക്കോർഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫ്ലോ പ്രോസസ് ചാർട്ടിനെയാണ് നമ്മൾ മാൻ വർക്കർ ടൈപ്പ് ഫ്ലോ ചാർട്ട്. രണ്ടാമത്തത് മെറ്റീരിയൽ ടൈപ്പ് ഫ്ലോ പ്രോസസ് ചാർട്ടാണ്. ദിസ് ഫ്ലോ പ്രോസസ് ചാർട്ട് റെക്കോർഡ്സ് ഹൗ ദ മെറ്റീരിയൽ ഈസ് ഹാൻഡിൽഡ് ഓർ ട്രീറ്റഡ്. മെറ്റീരിയലിന്റെ ട്രാൻസ്പോർട്ടേഷൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്തൊക്കെ ആ മെറ്റീരിയൽ ചെയ്യുന്നു, എന്തൊക്കെ പ്രോസസ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് അതിൽ ചെയ്യുന്നു, അതിന്റെ ഷേപ്പ് മാറ്റുന്നു, ഡയമീറ്റർ മാറ്റുന്നു, എന്താണ് ചെയ്യുന്നത്, അത് പിന്നെ വേറെ അടുത്തെവിടെ പോകുന്നു, അത് ആ ഫുൾ പ്രോസസ്സ് കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഫുൾ വർക്ക് ഫ്ലോ കാണിക്കുന്ന അതാണ് മെറ്റീരിയൽ ടൈപ്പ്. മൂന്നാമത്തെ M എന്ന് പറയുന്നത് മെഷീൻ അല്ലെങ്കിൽ എക്യുപ്മെന്റ് ടൈപ്പാണ്. ദിസ് ഫ്ലോ പ്രോസസ് ചാർട്ട് റെക്കോർഡ്സ് ഹൗ ദ എക്യുപ്മെന്റ് ഓർ മെഷീൻ ഈസ് യൂസ്ഡ്. ആ മെഷീൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം 3 ടൈപ്പ് ഫ്ലോ പ്രോസസ് ചാർട്ടാണുള്ളത്. 3Ms മാൻ ടൈപ്പ് ഫ്ലോ പ്രോസസ് ചാർട്ട്, അടുത്ത M എന്ന് പറയുന്നത് മെറ്റീരിയൽ ടൈപ്പ് ഫ്ലോ പ്രോസസ് ചാർട്ട്, അടുത്ത M എന്ന് പറയുന്നത് മെഷീൻ ടൈപ്പ് ഫ്ലോ പ്രോസസ് ചാർട്ട്. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ് ഒരു ഫ്ലോ പ്രോസസ് ചാർട്ടിന്റെ. അപ്പോൾ അതിന്റെ ഓരോന്ന് നോക്കാൻ പറയാം. ലൊക്കേഷൻ, അത് നമ്മൾ ഒരു ഡ്രോയിങ് വരയ്ക്കുമ്പോൾ പ്ലാനിൽ നമ്മൾ ഒരു ബ്ലോക്ക് ഒരു കാണുമായിരിക്കും. എന്താണ് പ്ലാനിലുള്ളത്, അതിന്റെ സ്കെയിൽ എത്ര, ആരാണ് ഇത് വരച്ചത്, ഇതിന്റെ ഫ്രണ്ട് വ്യൂ, അങ്ങനെയൊക്കെ ഉള്ളതുപോലെ ഫ്ലോ പ്രോസസ് ചാർട്ടും കമ്പൈൻഡ് കോളം ആൻഡ് റോ മോഡലാണ്. ലൊക്കേഷൻ, ആക്ടിവിറ്റി എന്താണ്, ഡേറ്റ് ഉണ്ട്, ഓപ്പറേറ്റർ ആരാണ്, ഇത് അനലൈസ് ചെയ്ത ആരാണ്, ഇത് മെത്തേഡ് പ്രസന്റ് ആണോ പ്രൊപ്പോസ്ഡ് ആണോ, ഇപ്പോഴത്തെ മെത്തേഡാണോ റെക്കോർഡ് ചെയ്യുന്നത്, അതോ നമ്മൾ പ്രൊപ്പോസ് ചെയ്തിട്ട് രണ്ടാമതൊന്നും കൂടെ മെഷർ ചെയ്യില്ല അങ്ങനെ മെഷർ ചെയ്യുന്നതാണോ, ഇതെന്ത് ടൈപ്പാണ്, ഞാൻ പറഞ്ഞ പോലെ മാൻ ആണോ, വർക്കർ ആണോ, മെറ്റീരിയൽ ആണോ, മെഷീൻ ആണോ. ദെൻ ഇവന്റ്, പ്രസന്റ്, പ്രൊപ്പോസ്, അതിൻ്റെ ഒരു സമ്മറി. അപ്പോൾ നമുക്ക് താഴെ നോക്കുമ്പോൾ കാണാം ഇവന്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഓപ്പറേഷൻ, ഇൻസ്പെക്ഷൻ, അതാണോ എന്ത് ഇവന്റ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ക്രൂ ടൈറ്റൻ ചെയ്യുകയാണോ, ലൂസൻ ചെയ്യുകയാണോ, വീൽ എടുക്കുകയാണോ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവന്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിൾ, അത് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സിമ്പിൾ ആയിരിക്കും, അതിനെ ടിക്ക് ചെയ്യാം. അല്ലെങ്കിൽ സിമ്പിൾ എങ്കിൽ ഏത് സിമ്പിളാണ്, ഡിലേ ആണെങ്കിൽ ഡിലേ, സ്റ്റോറേജ്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആ ഇവന്റ് ഡിസ്ക്രിപ്ഷന് അനുസരിച്ചിട്ടുള്ള സിമ്പിൾ ക്ലിക്ക് ചെയ്യണം, നമ്മൾ ടിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് അതിനെടുക്കുന്ന ആ ഇവന്റിന് എടുക്കുന്ന സമയം എത്രയാണ്, ഇൻ മിനിറ്റ്സിൽ നമ്മൾ കോഡ് ചെയ്യുന്നു. ഡിസ്റ്റൻസ് ഇൻ ഫീറ്റ്, നമുക്ക് എത്ര അടി ദൂരം അങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ എത്ര ദൂരം എടുക്കുന്നു, എത്ര ദൂരം പോകുന്നു, ആ മെഷീൻ്റെ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ എത്ര ദൂരം പോകും, അങ്ങനെ ആ കാര്യങ്ങളായിരുന്നു. പിന്നെ മെത്തേഡ് റെക്കമെൻഡേഷൻ, നമുക്ക് എന്ത് പുതിയ റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഫുൾ ഡീറ്റെയിൽസ് ഒരു വർക്കറിൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൻ്റെ ആണെങ്കിൽ മെഷീൻ്റെ ആ ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ഡിസ്ക്രിപ്ഷൻ പ്ലസ് സിമ്പിൾ, ഓൾസോ ടൈം, ഡിസ്റ്റൻസ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്ന, റെക്കോർഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫ്ലോ പ്രോസസ് ചാർട്ട്. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ്. ഒരു എക്സാമ്പിൾ ആണ് കളക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ഫ്രം സ്റ്റോർ, മാൻ ടൈപ്പ് ആണ് ഇത്. 3 ടൈപ്പ് ആണെന്ന് പറഞ്ഞാൽ അതിൽ മാൻ ടൈപ്പ് ആണ്. ഫസ്റ്റ് ഒരു ഡിലേ ആണ്, ഫോർ പ്രിപ്പറേഷൻ ഓഫ് റിക്വസ്റ്റേഷൻ, കളക്ട് റിക്വസ്റ്റേഷൻ, പിന്നെ സൂപ്പർവൈസറിന്റെ അടുത്ത് പോകുന്നു. അപ്പോൾ സൂപ്പർവൈസറിന്റെ അടുത്ത് പോകുമ്പോൾ അത് ട്രാൻസ്പോർട്ടേഷൻ ആണ്, എത്ര ദൂരം പോകുന്നു, 100 അടി. ഗീവ് റിക്വസ്റ്റേഷൻ ടു ദ സൂപ്പർവൈസർ, അത് ഒരു ഓപ്പറേഷനാണ്, അതിന് എത്ര സമയം എടുത്തു, 5 മിനിറ്റ് എടുത്തു. സിഗ്നേച്ചർ, അപ്പം സൂപ്പർവൈസർ അതിന് സിഗ്നേച്ചർ കൊടുക്കുന്നു, അതിന് അതൊരു എന്താണ്, അതൊരു ഓപ്പറേഷനുമാണ്, ആക്ച്വലി ഡിലേയുമാണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിഗ്നേച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ദെൻ കളക്ട് റിക്വസ്റ്റേഷൻ, പിന്നെ നേരെ സ്റ്റോറിലേക്ക് പോകുന്നു, അവിടെ നിന്ന് സ്റ്റോർ കളക്ട് ചെയ്യുന്ന, സ്റ്റോറിൽ നിന്ന് സാധനം കളക്ട് ചെയ്യണം ഫോർ മെറ്റീരിയൽ, പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നു കിട്ടിയ മെറ്റീരിയലൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു, അപ്പോൾ അത് ഇൻസ്പെക്ഷൻ ആണ്. കളക്ട് മെറ്റീരിയൽ, വീണ്ടും ഷോപ്പിലേക്ക് പോകണം. അപ്പോൾ ഇത് ഒരു സ്റ്റോറിൽ നിന്നും കുറച്ച് മെറ്റീരിയൽ ഒരാൾ കളക്ട് ചെയ്യാൻ പോകുന്നു, ഒരു വർക്കർ കളക്ട് ചെയ്യാൻ പോകുന്നു, അതിൻ്റെ ഫ്ലോ പ്രോസസ് ചാർട്ടാണ് കാണിച്ചത്. അപ്പോൾ അതിന് ഓരോ ഓപ്പറേഷനും സമ്മറി കാണും, ഓരോ ഓപ്പറേഷന് എത്ര ടൈം എടുത്തു, മൊത്തം എത്ര ടൈം എടുത്തു, എത്ര ഡിസ്റ്റൻസ് ആയിരുന്നു വാക്ക് ചെയ്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തേക്കാണ്. മെറ്റീരിയൽ ടൈപ്പാണ്. മെറ്റീരിയൽ ടൈപ്പ് ഇവിടുത്തെ പ്രോസസ്സ് ഒന്ന് നോക്കിയാൽ മതി, എന്ത് ടൈപ്പാണ്, മെറ്റീരിയലാണ്, പ്രസന്റ് മെത്തേഡാണ്. പ്രോസസ്സ് എന്ന് വെച്ചാൽ ഗാൽവനൈസേഷൻ ഓഫ് ആൻ ആർട്ടിക്കിൾ, ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, വർക്ക്ഷോപ്പിലാണ് ചെയ്യുന്നത്, അപ്പോൾ ഗാൽവനൈസേഷൻ ചെയ്യണം.
അത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചെയ്ത് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിനനുസരിച്ച് ടൈം റെക്കോർഡ് ചെയ്യാം. അടുത്ത കോളം എന്ന് പറയുന്നത് ടൈമും ഡിസ്റ്റൻസും ആണ്. ഇത് മൂന്നാമത്തെ ഫ്ലോ പ്രോസസ് ചാർട്ടാണ്, മെഷീൻ എക്യുപ്മെന്റ് ഫ്ലോ പ്രോസസ് ചാർട്ട്. ഇപ്പൊ ഇവിടെ എന്ന് പറയുന്നത് റിക്വസിഷൻ ഓഫ് എ പെറ്റി ക്യാഷ്, അതാണ് അതിന്റെ ഒരു എന്താ പറയുക ഫ്ലോ പ്രോസസ് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ ഡീറ്റെയിൽ മെത്തേഡ് ഉണ്ട്, അടുത്ത് ഓപ്പറേഷൻ മൂവ്മെന്റ് ഇൻസ്പെക്ഷൻ ആകുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാം ജോയിൻ ചെയ്തേക്കെന്ന് വെച്ചാൽ ആ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇത് ഓരോ സീക്വൻഷ്യലാണ് ജോയിൻ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അവസാനം സമ്മറി. നേരത്തെ പോലെ 3 ടൈപ്പാണ്, ഒന്ന് മാൻ ടൈപ്പ്, ഒന്ന് മെറ്റീരിയൽ ടൈപ്പ് ആൻഡ് ഒന്ന് മെഷീൻ ഓർ എക്യുപ്മെന്റ് ടൈപ്പ്, ഡിഫറെന്റ് ഫ്ലോ. അപ്പം ബേസിക്കൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇതാണ്. പല കമ്പനിയിലും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. ബേസിക്കലി ഇതൊക്കെയാണ് കാര്യം. ആക്ടിവിറ്റി എന്താണെന്ന് നമ്മൾ മാർക്ക് ചെയ്യണം, ഡേറ്റ്, ഓപ്പറേറ്റർ, പിന്നെ മെത്തേഡ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം, പ്രസന്റ് ആണോ പ്രൊപ്പോസ്ഡ് ആണോ, പിന്നെ വർക്കർ ടൈപ്പ് ആണോ മെറ്റീരിയൽ ടൈപ്പ് ആണോ മെഷീൻ ടൈപ്പ് ആണോ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇവന്റ് ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു, അതിനനുസരിച്ച് സിമ്പിൾ കൊടുക്കുന്നു, ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഡിസ്റ്റൻസ് ഇൻ ഫീറ്റ് നോക്കുന്നു. ഇനി 2-handed പ്രോസസ് ചാർട്ട് എന്ന് പറയും. ഇത് ഒരു ഓപ്പറേറ്ററിന്റെ 2 കൈ കൊണ്ടുള്ള ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നു. ഇതാണ് 2-handed പ്രോസസ് ചാർട്ട്. Motions of both hands of worker are right and left hand chart recorded independently. ആ വർക്കറിന്റെ ഇടത് കൈ എന്തൊക്കെയാണ് ചെയ്യുന്നത്, വലത് കൈ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇടത് കൈ ചെയ്യുമ്പോൾ വലത് കൈ ഐഡിയൽ ആണോ അതോ അപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ടൈം സ്കെയിലിൽ ചെയ്യുന്നു. അപ്പോൾ 2 കൈയും ഇപ്പോൾ ഐഡിയൽ ആണോ, അതായത് ഒന്നും ചെയ്യുന്നില്ലേ, അത് 2 മൂവ് ചെയ്യുന്നുണ്ടോ, അത് ഒന്ന് ഐഡിയൽ ആകുമ്പോൾ അതായത് റൈറ്റ് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ലെഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ, ലെഫ്റ്റ് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ റൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ, അത് രണ്ടും ഒരുമിച്ച് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഒരു വർക്കറിന്റെ അല്ലെങ്കിൽ ഓപ്പറേറ്ററിന്റെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഇത് റെപ്പറ്റേറ്റീവ് ഓപ്പറേഷൻസിന്റെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സൊക്കെയാണ് നമ്മൾ ജനറലി ഇത് ചെയ്യുന്നത്. ഓപ്പറേഷൻ റെപ്രസെന്റ്സ് ദ ആക്ടിവിറ്റീസ്. ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വർക്കർ ചെയ്യുന്നത് ഒന്നുകിൽ ഗ്രാസ്പ്, പൊസിഷൻ, യൂസ്, റിലീസ്, ഇതൊക്കെയാണല്ലോ ചെയ്യുന്നത്. ടൂളോ കമ്പോണന്റോ, ഒരിടത്തുനിന്ന് ടൂൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒബ്ജക്റ്റ് നമ്മൾ വർക്ക് ചെയ്യുന്ന സാധനം എടുക്കുന്നു, അതിനെ പൊസിഷൻ ചെയ്യുന്നു, അത് വർക്ക് ചെയ്യുന്നു, പിന്നെ അത് വിടുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബോക്സിൽ നിന്ന് നമ്മൾ നട്ട് എടുക്കുന്നു, മറ്റൊരു നിന്ന് ബോൾട്ട് എടുക്കുന്നു, ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്രൂ ചെയ്യുന്നു, അതിനുശേഷം എടുത്ത് വേറൊരു ബോക്സിൽ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻസ് ഓരോ ഇത് ചെയ്യുമ്പോൾ ഒരിടത്തുനിന്ന് നട്ട്, ഒരിടത്തുനിന്ന് ബോൾട്ട് എടുക്കുന്നു, അപ്പോൾ അത് റൈറ്റ് ഹാൻഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ആണോ, എവിടെയെങ്കിലും ഡിലേ ഉണ്ടോ, ഇപ്പോൾ നമ്മളിപ്പം നെട്ടും ബോൾട്ടും ആണെങ്കിൽ ഒരെണ്ണം ഫിക്സഡ് ആക്കി വെച്ചിട്ട് ഒന്നിനെ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ, ബോൾട്ട് വെച്ചിട്ട് നമ്മൾ നട്ട് മുടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കൈ ഐഡിയലായിരിക്കും, ഒന്ന് വർക്കിംഗ് ആയിരിക്കും. ഇതെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ ഹാൻഡ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, വർക്ക് ടൂള് എങ്ങനെയാണ്, ടൂളിൽ നിന്ന് അതായത് നമ്മൾ ടൂളിൽ നിന്ന് എത്രയാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വർക്കിൽ നിന്ന് അല്ലെങ്കിൽ മെറ്റീരിയൽ ഇതെങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്, ബോക്സിൽ നിന്നും നമ്മുടെ വർക്ക് സ്റ്റേഷനിലോട്ടോ, വർക്ക് സ്റ്റേഷനിൽ നിന്ന് അടുത്ത ബോക്സിലോട്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഡിലേ, ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒന്ന് ഐഡിയലായിട്ട് വർക്ക് ചെയ്യാതിരിക്കുന്നുണ്ടോ, ഒരു കൈ അനങ്ങുമ്പോൾ മറ്റൊരു കൈ വർക്ക് ചെയ്യുന്നുണ്ടോ, ഈയുള്ള കാര്യങ്ങൾ. Then storage. The term hold is used here instead of storage. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നെട്ടും ബോൾട്ടും മുറുക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ബോൾട്ടിനെ ഞാൻ ഫിക്സ് വെച്ചിട്ടായിരിക്കും ഞാൻ നട്ട് മുറുക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഹോൾഡാണ്. അതായത് നെറ്റിന് ഞാൻ വെറുതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹോൾഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഇവിടെ നമ്മൾ സ്റ്റോറേജ് എന്നുള്ള രീതിയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹോൾഡ് എന്ന് പറയുന്നത് ഒരു വർക്ക്, അതിന് ടൈമും കൂടെ നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. ഐഡിയൽ ആണെങ്കിൽ പോലും അത് വർക്കിന്റെ ഒരു ഭാഗമായതുകൊണ്ട് നമ്മൾ ടൈമും കൂടെ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ ആക്ടിവിറ്റി ഇൻസ്പെക്ഷൻ ബൈ ഹാൻഡ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ഓപ്പറേഷൻ, ഹെൻസ് ദ സിമ്പിൾ ഫോർ ഇൻസ്പെക്ഷൻ ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ദിസ് ചാർട്ട്. ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. ഇൻസ്പെക്ഷന് പ്രത്യേക ഒരു ആക്ടിവിറ്റി ആയിട്ടല്ല, ഓപ്പറേഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിൽ ഇൻസ്പെക്ഷന്റെ ഒരു സിമ്പൽ കാണത്തില്ല. ഓക്കെ, അപ്പോൾ 2-handed പ്രോസസ് ചാർട്ട് ക്യാൻ ബി യൂസ്ഡ് ഫോർ അസംബ്ലി, മെഷീനിങ് ആൻഡ് ക്ലറിക്കൽ ജോബ്സ്. ഇതിനെല്ലാം യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ അസംബ്ലി, എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റിന്റെ അസംബ്ലിംഗ് ആണോ, മെഷീനിങ് ആണോ, ക്ലറിക്കൽ ജോബ്സ്, ഇതിനെല്ലാത്തിനും നമുക്ക് 2-handed പ്രോസസ് ചാർട്ട് യൂസ് ചെയ്യാറുണ്ട്. 2-handed പ്രോസസ് ചാർട്ടിന്റെ ഒരു എക്സാമ്പിൾ ആണ് അസംബ്ലി ഓഫ് നട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ
അസംബ്ലി ഓഫ് നട്ട് ആൻഡ് ബോൾട്ട്, നട്ടും ബോൾട്ടും അസംബ്ലി ചെയ്യണം. അപ്പം ചാർട്ട് ബിഗിൻ ചെയ്യുന്നത് രണ്ട് കൈയും ഫ്രീ ആണ്, നട്ടും ഇല്ല ബോൾട്ടും ഇല്ല. ചാർട്ട് എൻഡ് ചെയ്യേണ്ടതും അങ്ങനെ ആയിരിക്കണം, നട്ടും ബോൾട്ടും ഇല്ല. അതായത് നമ്മൾ റോ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഒരു നട്ടും ഒരു ബോൾട്ടും ഇൻഡിപെൻഡൻ്റ് ആയി കിടക്കുന്ന സാധനം എടുത്ത് അതിനെ നമ്മൾ അസംബ്ലി ചെയ്ത് ബോക്സിലിടുന്നു, വേറൊരു ബോക്സിലിടുന്നു. ഇതാണ് സംഭവം. അപ്പോൾ നോക്കുക, ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഉണ്ട്, റൈറ്റ് ഹാൻഡിൻ്റെ ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ആണ് എന്ത് ചെയ്യുന്നത്, ബോൾട്ട് എടുക്കുന്നത്, റീച്ച് ഫോർ ബോൾട്ട്, അതായത് ബോൾട്ട് ഇരിക്കുന്ന ബോക്സ് ഏതാണ് അങ്ങോട്ടേക്ക് കൈ പോകുന്നു, ട്രാൻസ്പോർട്ടേഷൻ. റൈറ്റ് ഹാൻഡ് ആണ് അതേസമയം ബോൾട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് എടുത്തെങ്കിൽ നട്ട് എവിടെയായിരിക്കും, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക്, അപ്പം അങ്ങോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നു, ട്രാൻസ്പോർട്ടേഷൻ. നെക്സ്റ്റ് എന്താണ്, ബോൾട്ട് ഹെഡ് നമ്മൾ എടുക്കുന്നു, ഗ്രാസ്പ് ചെയ്യുന്നു, അവിടെ നിന്ന് ബോക്സിൽ നിന്ന് എടുക്കുന്നു, അതൊരു ഓപ്പറേഷനാണ്. അതുപോലെ റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യുന്നു, നട്ടിനെ എടുക്കുന്നു. ഓക്കെ, നമ്മൾ അവിടെ വെച്ചല്ല വർക്ക് ചെയ്യണം. നമ്മൾ ഒരു സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ നമ്മുടെ സെൻട്രൽ പൊസിഷനിൽ കൊണ്ടുവരുന്നു, അല്ലേ? നമ്മൾ നെഞ്ചിന് നേരെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം അതിനെന്ത് ചെയ്യും, സെൻട്രൽ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. ലെഫ്റ്റ് ഹാൻഡും വരുന്നു, റൈറ്റ് ഹാൻഡും വരുന്നു. അപ്പോൾ അത് ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ഇരിക്കുന്ന ബോൾട്ടിനെ ഞാൻ ഫിക്സ് ചെയ്തിട്ട് നട്ട് ഞാൻ ബോൾട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. അല്ലെ, പൊതുവെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. അല്ല, ബോൾട്ടിനെ നമ്മൾ നട്ടിലേക്ക് കൊണ്ടുവരുന്ന കാലം ബോൾട്ടിനെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് നട്ടിനേലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിലെ ബോൾട്ടിനെ ഞാൻ എന്ത് ചെയ്യും, ഐഡിയൽ കണ്ടീഷനിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഐഡിയൽ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, സ്റ്റോറേജ് ആയതുകൊണ്ടാണ് അത് ഹോൾഡ് ചെയ്തേക്കാണ്. ഹോൾഡ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്, അല്ലെങ്കിൽ ഓപ്പറേഷനല്ല, മീൻസ് സ്റ്റോറേജ് ആണ്, അതുകൊണ്ട് ട്രയാങ്കിൾ. അപ്പം അടുത്ത റൈറ്റ് ഹാൻഡ് എന്താ ചെയ്യുന്നത്, ബോൾട്ടിലേക്ക് നട്ടിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു, അത് ഓപ്പറേഷനാണ്. അടുത്ത് വീണ്ടും മറ്റെന്താണ്, ബോൾട്ട് ഹോൾഡിൽ തന്നെയാണ്, സ്റ്റോറേജ് തന്നെയാണ്. റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യുന്നു, ആ ബോൾട്ടിൽ കൊണ്ടുവച്ച നട്ടിനെ സ്ക്രൂ ചെയ്യുന്നു, സ്ക്രൂ നട്ട്. അപ്പം വീണ്ടും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഗ്രാസ്പി അസംബ്ലി, മൊത്തത്തിൽ അസംബ്ലി എന്ത് ചെയ്യും, ഗ്രാസ്പി. അതായത് നമ്മൾ ഒരു സാധനം ഇങ്ങനെ അതായത് ബോൾട്ടിൽ നട്ട് മുറുകി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്ത് അതിനെ ഒരു കയ്യിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് റൈറ്റ് ഹാൻഡിലേക്ക് പോകുന്നു. അപ്പോൾ ട്രാൻസ്ഫർ അസംബ്ലി ടു ദി റൈറ്റ് ഹാൻഡ്, അതൊരു ഓപ്പറേഷനാണ്, കൊടുത്തു. ഇനി എന്ത് ചെയ്യും, ഞാൻ പറയും ഈ ബോക്സിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ക്യാരി ടു ബോക്സ്. എന്നിട്ട് അപ്പോൾ ആ സമയം ലെഫ്റ്റ് ഹാൻഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലായി രണ്ട് ഡി, അതായത് ആ സമയം ലെഫ്റ്റ് ഹാൻഡിന് പണിയൊന്നുമില്ല, അവിടെ എന്താണ്, ഡിലേ ആണ്, അവിടെ ഒരു പണിയില്ല, ഐഡിയൽ കണ്ടീഷനാണ്. റൈറ്റ് ഹാൻഡ് ആണ് ആ അസംബ്ലി എടുത്ത് ബോക്സിൽ കൊണ്ടുവച്ച് അവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു, അസംബ്ലിയിൽ നിന്ന് റിലീസ് ചെയ്തു. എന്നിട്ട് വീണ്ടും തിരിച്ച് ഞാൻ എൻ്റെ സെൻട്രൽ പൊസിഷനിലേക്ക് കൈ കൊണ്ടുവരുമ്പോൾ നമ്മുടെ പ്രോസസ്സ് എൻഡ് ചെയ്യുന്നു. അപ്പോൾ അതുവരെ ലെഫ്റ്റ് ഹാൻഡ് ഐഡിയൽ ആയിരുന്നു, റൈറ്റ് ഹാൻഡ് വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ബേസിക്കലി 2 ഹാൻഡഡ് പ്രോസസ് ചാർട്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തേക്കാണ്. ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, റെക്കോർഡ് ചെയ്തു. അത് ഡിസ്ക്രിപ്ഷനും ഉണ്ട്, സിമ്പലും ഉണ്ട്. അതിൻ്റെ മൊത്തം സമ്മറിയാണ് നോക്കുന്നത്. റൈറ്റ് ഹാൻഡ് എത്ര ഓപ്പറേഷൻ ചെയ്തു, ലെഫ്റ്റ് ഹാൻഡ് എത്ര ഓപ്പറേഷൻ ചെയ്തു. ഓക്കെ, അപ്പം അതിനുശേഷം ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും കൂടുതൽ ചെയ്തത് അതാണ് ഡിലേ. അപ്പം ഇതിനനുസരിച്ചിട്ട് നമുക്കിപ്പം ഏറ്റവും കൂടുതൽ റൈറ്റ് ഹാൻഡ്, അപ്പോൾ ഇത് ഒരു ചെറിയൊരു എക്സാമ്പിളാണ്. റൈറ്റ് ഹാൻഡ് ആണോ കൂടുതൽ ചെയ്യുന്നത്, ലെഫ്റ്റ് ഹാൻഡ് ആണോ കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്, ഇതിനെ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പുതിയ പ്രൊപ്പോസ്ഡ് മെത്തേഡ് കൊണ്ടുവരും, പുതിയ മെത്തേഡ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിനുള്ള സ്റ്റഡിയാണ് ഇത് ബേസിക്കലി 2 ഹാൻഡഡ് പ്രോസസ് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് നമുക്ക് ഒരേപോലെ ബാലൻസ് ചെയ്ത്, അപ്പോൾ നമുക്ക് എന്താ പറ്റുന്നത് വെച്ചാൽ ഫിസിക്കലായിട്ടുള്ള ഫറ്റീഗ് വർക്കറിൽ നിന്ന് ഉണ്ടാകാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് 2 ഹാൻഡഡ് പ്രോസസ് ചാർട്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, മൾട്ടിപ്പിൾ ആക്ടിവിറ്റി ചാർട്ട് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ മോർ ദാൻ 1 ഐറ്റം ആർ റെക്കോർഡഡ് ഓൺ എ കോമൺ ടൈം സ്കെയിൽ ടു ഷോ ദെയർ ഇന്റർ റിലേഷൻഷിപ്പ് എന്ന് പറയില്ല. മാൻ മെഷീൻ ചാർട്ട് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ ആക്ടിവിറ്റി ചാർട്ടാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അത് ഒരു മാൻ ഒരു ജോബ് ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ മാൻ മെഷീൻ ചാർട്ട്, 1 man ഹാൻഡ്ലിങ് 1 ജോബ് ഓർ 1 മെഷീൻ. ഇനി മാൻ മൾട്ടി മെഷീൻ ഉണ്ട്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വർക്കർ നമ്പർ ഓഫ് മെഷീനെ ഹാൻഡിൽ ചെയ്യുന്നു. ദെൻ മെഷീൻ മൾട്ടി മാൻ ചാർട്ട് ഉണ്ട്. ഗ്രൂപ്പ് ഓർ ഗ്യാങ് ഡൂയിങ് കളക്റ്റീവ്ലി 1 ജോബ് as in റിവറ്റിംഗ്. ഇപ്പം മൾട്ടി ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ്, ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് വർക്കിംഗ് ഓൺ 1 മെഷീൻ. ഒരു മെഷീനിൽ കുറേ പേര് വർക്ക് ചെയ്യാം, അങ്ങനെ ഉണ്ടാകാം. അല്ലെങ്കിൽ കുറേ ആൾക്കാർ കുറേ മെഷീൻ ചെയ്യുന്നു, അതാണ് മൾട്ടി മാൻ മെഷീൻ ചാർട്ട്. നമ്പർ ഓഫ് പേഴ്സൺസ് വർക്കിംഗ് ഓൺ എ
കമ്പ്യൂട്ടർ സിസ്റ്റം. ഇതെന്ന് പറയുന്നത് എന്താണ്? മൾട്ടി മാൻ മെഷീൻ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇതാണ് മൾട്ടിപ്പിൾ ആക്ടിവിറ്റി ചാർട്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യുന്നു. ഇപ്പോൾ നോക്കിയാൽ ഫോർ എക്സാമ്പിൾ മൾട്ടിപ്പിൾ ആക്ടിവിറ്റി ചാർട്ട് ഫോർ ഡൂയിങ് 3 loads ഓഫ് ലോണ്ടറി. ഇതൊരു ലോണ്ടറി മെഷീൻ. ഇപ്പം 2 മെഷീൻ ഉണ്ട്, ഒരു ഓപ്പറേറ്റർ ഉണ്ട്. അപ്പം 1 man മൾട്ടി മെഷീൻ. ഇപ്പോൾ ഫസ്റ്റ് അപ്പോൾ ഓരോ ടൈമും നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ 2 മെഷീൻ എന്ന് പറയുന്നത് ഒന്ന് വാഷറും ഒന്ന് ഡ്രയറുമാണ്. ഒന്നിൽ വാഷ് ചെയ്യുന്നു, ഒന്ന് ഡ്രൈ ചെയ്യുന്നു. ഫസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ചെയ്യുന്ന ജോലി എന്ന് വെച്ചാൽ ലോഡ് ക്ലോത്ത്സ് ആൻഡ് ഡിറ്റർജൻറ്റ് മെഷീൻ 1. അപ്പോൾ എന്താണ്? മെഷീൻ 1 അവിടെ വർക്ക് നടക്കുകയാണ്. പക്ഷേ മെഷീൻ 2 എന്താണ്? ഐഡിയൽ കണ്ടീഷനാണ്. ഇനി നമ്മൾ തുണിയും ഡിറ്റർജൻറ്റും ഇട്ട് മെഷീൻ 1 അതായത് വാഷർ ഓൺ ചെയ്താൽ മെഷീൻ 1 അവിടെ വർക്ക് കിടക്കുകയാണ്. ആരൊക്കെ ഐഡിയലാവും? നമ്മളുടെ ജോലി കഴിഞ്ഞു. അപ്പം നമ്മൾ ഐഡിയലായി, മെഷീൻ 2ഉം ഐഡിയലാണ്. ഇനി അത് കഴിഞ്ഞ് അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ, മെഷീൻ വാഷിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും റിമൂവ് ചെയ്യുന്നു. അപ്പം മെഷീൻ 1 നിന്ന് നമ്മൾ ക്ലോത്ത്സ് റിമൂവ് ചെയ്യുന്നു. അപ്പം അവിടെ ഒരു വർക്ക് നടക്കുന്നു. ബീൻ അൺലോഡഡ്, ലോഡിംഗ് അല്ല, അൺലോഡ് ചെയ്യാണ്. അപ്പോഴും ഡ്രയർ എന്താണ്? ഐഡിയലാണ്. ഇനി അടുത്ത ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത്? രണ്ടാമത്തെ മെഷീനിലേക്ക് ഇതിനെ, അതായത് ഡ്രയറിൽ ഉണക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഇടുന്നു. അപ്പം ഐഡിയൽ കണ്ടീഷനിൽ നിന്നും മെഷീൻ 2 മാറി അവിടെ വർക്ക് നടക്കുന്നു. പക്ഷെ മെഷീൻ 1 ഐഡിയൽ കണ്ടീഷനിലായി, അത് വർക്കൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഓപ്പറേറ്റർ ചെയ്യുന്നു. അപ്പോൾ അത് തന്നെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അടുത്ത ലോഡ് ഇടുകയാണ്. ലോഡ് ക്ലോത്ത്സ് ആൻഡ് ഡിറ്റർജൻറ്റ് ഇൻറ്റു മെഷീൻ 1. അപ്പം വീണ്ടും മെഷീൻ 1 ലോഡ് ആവുകയാണ്. മറ്റേ ഡ്രയറിൽ പഴയ തുണി എന്ത് ചെയ്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് കഴിയുമ്പോൾ നോക്കുമ്പോൾ ഓപ്പറേറ്ററിന് വേറെ ജോലിയൊന്നുമില്ല, കാരണം രണ്ടിലും ഒരേ സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഈ ഓരോ നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്ടിവിറ്റീസും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ റെക്കോർഡ് ചെയ്യാണ്. ഇവിടെ ഒരു ഓപ്പറേറ്റർ മൾട്ടിപ്പിൾ മെഷീനാണ്, 2 മെഷീനാണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ മൈക്രോ മോഷൻ സ്റ്റഡി. മൈക്രോ മോഷൻ സ്റ്റഡി ബേസിക്കലി പറയുകയാണെങ്കിൽ ഇത് സജസ്റ്റ് ചെയ്തത് ഫ്രാങ്ക് ഗിൽബർട്ട് എന്ന് പറയുന്ന ആളാണ്. ഫ്രാങ്ക് ഗിൽബർട്ട്. നമ്മൾ ഈ ഗിൽബർട്ട് എന്ന് പറയുന്ന ഈ ഒരു വാക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടതാണ്. മദർ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഫ്രാങ്ക് ഗിൽബർട്ടിന്റെ വൈഫായ ലില്ലിയൻ ഗിൽബർട്ടാണ്. അപ്പം മൈക്രോ മോഷൻ സ്റ്റഡി ആക്ച്വലി ഫ്രാങ്ക് ഗിൽബർട്ടും ലില്ലിയൻ ഗിൽബർട്ടും ആണ്, രണ്ടുപേരാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി റെക്കോർഡിങ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഇവർ സജസ്റ്റ് ചെയ്തത്. അതായത് ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ കുറേ ചെറിയ ചെറിയ മൈക്രോ മോഷൻസ് ആയിട്ട് ഇവർ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ കുറച്ച് സിമ്പിൾസ് കൊടുക്കുന്നു. ആ സിമ്പിൾസിനെയാണ് തെർബ്ലിങ്സ് എന്ന് പറയുന്നത്. തെർബ്ലിങ് ആക്ച്വലി ഇത് നമ്മുടെ ഗിൽബർട്ട് ഉണ്ടല്ലോ, ഗിൽബർട്ടിനെ തിരിച്ചു വായിച്ചു വെച്ചേ. തിരിച്ചു വായിച്ച എന്താണ്? തെർബ്ലിങ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ആ ഒരു വാക്ക് തന്നെ വന്നത്. തെർബ്ലിങ്സ് എന്ന് പറയുന്നത് ഇവരുടെ വാക്ക്, ഗിൽബർട്ട് എന്ന് പറയുന്ന ഇവരുടെ സെക്കൻഡ് നെയിമിനെ തിരിച്ചിടുമ്പോൾ കിട്ടുന്ന വാക്കാണ്. അപ്പൊ തെർബ്ലിങ് എന്ന് പറയുന്നത് കുറച്ച് സിമ്പിൾസ് ആണ്. അതായത് ആ ഓപ്പറേറ്ററിന്റെ മൂവ്മെന്റ്സിനെ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ആയിട്ട് മാറ്റിയിട്ട് അതിനെ നമ്മൾ എന്താ ചെയ്യുക, അതിന് ഓരോ മൂവ്മെന്റ്സിനും നമ്മൾ ഓരോ എന്ത് ചെയ്തു, സിമ്പിൾസ് ഇട്ട് കൊടുക്കും. ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫുൾ ഓപ്പറേഷന് റെക്കോർഡ് ചെയ്യണം, ഫിലിം ചെയ്യും. നമ്മൾ വീഡിയോ ക്യാമറയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഷൂട്ട് ചെയ്തതിന് ശേഷം ആ ഡാറ്റ, ഫിലിമിൽ നിന്നുള്ള ഡാറ്റ നമ്മൾ അനാലിസിസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഫിലിം ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയാം, ഒരു കറക്റ്റ് ഐ ഒബ്സർവേഷനേക്കാളും നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. പെൻസിൽ പേപ്പറിനും സ്റ്റോപ്പ് വാച്ചൊക്കെ വെക്കുന്നേക്കാളും കൂടുതൽ ആക്യുറസി നമുക്ക് കിട്ടും. ഓർ കൺവീനിയൻ്റ് ആണ്. അത് എപ്പോഴും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റഡി നമുക്ക് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഓക്കെ, തെർബ്ലിങ്സ് കവർ മൂവ്മെന്റ്സ് ഓർ റീസൺസ് ഫോർ ദി ആബ്സെൻസ് ഓഫ് ദി മൂവ്മെന്റ്. നമുക്ക് എന്ത് വർക്ക് ചെയ്യുന്നു, അവിടെ ഐഡിയൽ കണ്ടീഷൻ ആണോ, ഇതെല്ലാം ഈ തെർബ്ലിങ്ങിന്റെ ആ ഒരു സിമ്പിൾസ് വെച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ സിമ്പിൾസിന് നമുക്ക് സ്പെസിഫിക് കളറും എല്ലാം കൊടുത്തിട്ടുണ്ട്. കളറുണ്ട്, ലെറ്ററുണ്ട്, സിമ്പിളുണ്ട്. ഇതെല്ലാം നമുക്ക് റെക്കോർഡിങ് പർപ്പസിന് യൂസ് ചെയ്യാം, ഡോക്യുമെന്റേഷന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മുമ്പ് ആദ്യം യൂസ് ചെയ്തത് ഇങ്ങനെയാണ്. 16mm ഫിലിമിൽ മൂവി ക്യാമറ, വിങ് കൗണ്ടർ, നമുക്ക് എത്രയാണ് നമുക്ക് ടൈമർ,
exposure meter, motion picture. ഇതൊക്കെ ആദ്യം യൂസ് ചെയ്തിരുന്ന സംഭവമാണ്. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ വീഡിയോ ക്യാമറ മാത്രം മതി. വീഡിയോ ക്യാമറ തന്നെ നമുക്ക് ടൈമും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Therbligs Gilbert chart. Okay, movement of man who is working, not machine. ഇവിടെ മെഷീൻ്റെ അല്ല, മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ വർക്കറിൻ്റെ മൂവ്മെൻ്റ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ബോഡി പാർട്സും ഹാൻഡ്സും എല്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റഡി ചെയ്യുന്നു. അപ്പോൾ ഗിൽബർട്ട് 18 മോഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, 18 മോഷനാണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തത് ഗിൽബർട്ട്. ആ 18 മോഷൻ നമ്മൾ 18 സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ തെർബ്ലിംഗ് എന്ന് പറയുന്നത്. ഗിൽബർട്ടിനെ തിരിച്ചു വായിക്കുമ്പോൾ തെർബ്ലിംഗ്. ഓക്കെ ആണ്. തെർബ്ലിംഗ് എന്ന് പറയുന്ന നമുക്ക് ആ ഒരു ടേം വന്നത് ഗിൽബർട്ടിന്റെ തിരിച്ചു വായിക്കണം, തെർബ്ലിംഗ്. അപ്പോൾ തെർബ്ലിംഗ് സിമ്പിൾസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ 18 സിമ്പിൾസ് ആണ് അദ്ദേഹം സജസ്റ്റ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ചെയ്തിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച് 18 സിമ്പിൾസ് ഇതൊക്കെയാണ്. ഒന്ന് സെർച്ച്, നമ്മളൊരു സാധനം നോക്കുക. ഇതെല്ലാം നമ്മളൊരു വർക്കറിന്റെ ആക്ടിവിറ്റീസ് ആണ്. സെർച്ച് ചെയ്യുക, സെർച്ച് ചെയ്ത സാധനം കണ്ടെത്തുക. ഓക്കെ, ഇനി അതിനെ സെലക്ട് ചെയ്തു. ഗ്രാസ്പ്, നമ്മളൊരു നട്ട് ആൻഡ് ബോൾട്ട് പറഞ്ഞാൽ ബോൾട്ടിനെ ഗ്രാസ്പ് ചെയ്തു, എടുത്തു. ഇതിനെ എടുത്തുകൊണ്ട് നമ്മൾ വരുമ്പോൾ എന്താണ്, ഹോൾഡാണ്. ഹോൾഡ് പ്ലസ് ട്രാൻസ്പോർട്ടാണ്. ഓക്കെ, പിന്നെ ട്രാൻസ്പോർട്ട് ലോഡഡ്, നമ്മൾ അതുമായിട്ട് വരികയാണ്, ലോഡിങ്ങുമായിട്ട് വരികയാണ്. ഇനി നമ്മൾ ആ ബോൾട്ടിനെ തിരിച്ച് ബോക്സിൽ ഇട്ടിട്ട് നമ്മൾ തിരിച്ച് കൈ കൊണ്ടുവരുന്നത് ട്രാൻസ്പോർട്ട് എം ടി ആണ്. 9 പൊസിഷൻ, നമ്മൾ കൈ എവിടെയെങ്കിലും വെച്ചു അല്ലെങ്കിൽ നട്ടിനെ എവിടെയെങ്കിലും വെച്ചു, പൊസിഷൻ. അസംബിൾ ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസംബിൾ, നമ്മൾ ആ നട്ടും ബോൾട്ടും തിരിച്ച് ഡിസംബിൾ ചെയ്യുന്നു. ഇൻസ്പെക്ട് ചെയ്യുന്നു, നമ്മൾ നോക്കുന്നു. പ്രിപ്പോസിഷൻ, ദെൻ ലോഡ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് ലോഡറിൻ്റെ തിരിച്ച് റിലീസ് ലോഡ്. അൺഅവോയ്ഡബിൾ ഡിലേ, ചില ഡിലേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അൺഅവോയ്ഡബിൾ ഡിലേസ് ഉണ്ടാവാറുണ്ട്. ദെൻ അവോയ്ഡബിൾ ഡിലേ ഉണ്ട്. പ്ലാനിങ് ചെയ്യുന്നു, അടുത്ത് എന്ത് ചെയ്യുന്നു, പ്ലാനിങ് ചെയ്യുന്നു. ദെൻ റെസ്റ്റ്, വർക്കറിൻ്റെ റെസ്റ്റ്. ഇങ്ങനെയുള്ള 18 ആക്ടിവിറ്റീസിനെ 18 സിമ്പിൾസ് ആയിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച് അദ്ദേഹം സജസ്റ്റ് ചെയ്തു. അതിനെയാണ് നമ്മൾ തെർബ്ലിങ്സ് എന്ന് പറയുന്നത്. ഇതാണ് തെർബ്ലിംഗ് സിമ്പിൾസ് എന്ന് പറയുന്നത്. തെർബ്ലിങ്സ് വാസ് സജസ്റ്റഡ് ബൈ അല്ലെങ്കിൽ പുട്ട് ഫോർവേഡ് ബൈ ഫ്രാങ്ക് ഗിൽബർട്ട് ആൻഡ് ലില്ലിയൻ ഗിൽബർട്ട്. ഹസ്ബൻഡ് വൈഫാണ്. ഇതിൽ ലില്ലിയൻ ഗിൽബർട്ടിനെയാണ് നമ്മൾ മദർ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിമോ സ്റ്റാൻഡ്സ് ഫോർ സൈമൾട്ടേനിയസ് മോഷൻ സൈക്കിൾ ചാർട്ട് ആണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മൈക്രോ മോഷൻ സ്റ്റഡി ഡിവൈസ്ഡ് ബൈ ഗിൽബർട്ട്. ഇതെന്താണ്, ഗ്രാഫിക്കലി ഓരോ സെപ്പറേറ്റ് സ്റ്റെപ്സിനെ നമ്മൾ നേരത്തെ പറഞ്ഞ അത് തന്നെ ഗിൽബർട്ട് യൂസ് ചെയ്ത് ചെയ്യുന്ന കാര്യം തന്നെയാണ്. മൂവ്മെന്റ്സ് ആൻഡ് റെക്കോർഡ് അഗെയിൻസ്റ്റ് ടൈം മെഷേർഡ് ഇൻ വിങ്സ്. ഒരു വിങ് എന്ന് പറയുന്നത് 1/2000 മിനിറ്റ്. വിങ് കൗണ്ടറൊക്കെ ഉണ്ട്, നമുക്ക് ടൈമർ പോലത്തെ സാധനമുണ്ട്. These are recorded by a wing counter positioned in such a location that it can be seen rotating during filming. നമുക്ക് ഫിലിമിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, സിമോ ചാർട്ട് ഒരു ഫോർമാറ്റാണ്. ഓപ്പറേഷൻ എന്താണ്, മെത്തേഡ് എന്താണ്, ഫിലിം നമ്പർ, ഡേറ്റ്, കാര്യം, വിങ് കൗണ്ടറിൻ്റെ റീഡിങ്, ലെഫ്റ്റ് ഹാൻഡ് എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള തെർബ്ലിംഗ് സിമ്പിൾ ഏതാണ് അത് അവിടെ വരയ്ക്കുന്നു, ടൈം എടുക്കുന്നു. അതുപോലെ റൈറ്റ് ഹാൻഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിനനുസരിച്ചിട്ടുള്ള തെർബ്ലിംഗ് സിമ്പിൾ എന്താണ്, അതിൻ്റെ ടൈം, ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നു. സോ റെക്കോർഡിംഗ് ടെക്നിക്സ്, ഡയഗ്രാംസ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ റെക്കോർഡിംഗ് ടെക്നിക്സ് ഡയഗ്രാംസ് എന്താണ് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ്സ് ദി പാത്ത് ഓഫ് മൂവ്മെൻറ്റ്, നമ്മളെ മൂവ്മെൻറ്റിൻ്റെ പാത്ത് കാണുന്നു. സ്റ്റഡി ഓഫ് ട്രാഫിക് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഡിഫറെൻറ്റ് റൂട്ട്സ് ഓഫ് പ്ലാന്റ്. എവിടെയെങ്കിലും ബോട്ടിൽ ലെഗ്സ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബാക്ക് ട്രാക്കിംഗ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ് ഡ്യൂറിങ് മൂവ്മെൻറ്റ്, എവിടെയെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ, തിരിച്ചു വരുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ലോ ആവുന്നുണ്ടോ. ദെൻ സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് ലേഔട്ട് പ്ലാൻസ് ആൻഡ് സെലക്ട് ഒപ്റ്റിമൽ ലേഔട്ട്. നമുക്ക് ഇതിൻ്റെ ഈ ഡയഗ്രാംസ് കൊണ്ടിട്ടുള്ള ഒരു ബെനിഫിറ്റാണ്, നമുക്ക് ലേഔട്ട് പ്ലാനിനെ നമുക്ക് മാറ്റി ചെയ്യാം. അതായത് മെഷീൻസ് നമ്മൾ വെച്ചേക്കുന്നതിനെ നമുക്ക് രൂപമാറ്റം വരുത്തി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് നമുക്കിതിനെ ഒരു ഒപ്റ്റിമം ലേഔട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഫ്ലോ ഡയഗ്രാം.
Okay, flow diagram എന്താണ് ഉപയോഗിച്ചത്? Flow diagram is essentially a flow process chart drawn to show the layout of the facility. നമ്മളുടെ ഒരു എന്താ പറയുക ഫെസിലിറ്റി അല്ലെങ്കിൽ പ്ലാന്റിന്റെ ഒരു പ്ലാൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ, നമ്മളെ വീടിന്റെ പ്ലാൻ എന്ന് പറയും പോലെ. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലോ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഓരോ സ്ഥലങ്ങളും വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് റോ മെറ്റീരിയൽ സ്റ്റോർ, ദെൻ റോ മെറ്റീരിയൽ കട്ടിംഗ് ഷെഡ്, അതായത് റോ മെറ്റീരിയൽ. അപ്പം നമുക്ക് ഓരോന്നും എവിടെയൊക്കെയാണ് ഫ്ലോ ചെയ്യുന്നത് അതാണ് കാണിച്ചിരിക്കുന്നത്. ഓരോന്നും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ എൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ ഇവിടെയാണ് ഫ്ലോ മെറ്റീരിയൽ സ്റ്റോർ. അവിടെ നിന്ന് വന്ന് റോ മെറ്റീരിയലിനെ കട്ട് ചെയ്യുന്നു ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരു ഫോർ, ഇത് ബൈസൈക്കിൾ പെഡൽ ആക്സിൽ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ്ങിൻ്റെ ഫ്ലോ ഡയഗ്രാമാണ്. അവിടെ കട്ട് ചെയ്യുന്നു. ദെൻ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് സെക്ഷനാണ്. ഫോർജ് ഷോപ്പിൽ നിന്ന് നേരെ മെഷീൻ ഷോപ്പിൽ വരുന്നു, ടേണിംഗ് സെക്ഷൻ. അത് കഴിഞ്ഞ് മില്ലിങ്ങിൽ വരുന്നു, മില്ലിങ്ങിൽ നിന്ന് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് വരുന്നു, അവിടെ നിന്ന് അസംബിൾ സെക്ഷനിൽ വന്ന് അസംബിൾ ചെയ്യുന്നു, ദെൻ ഇൻസ്പെക്ഷൻ വരുന്നു, പാർട്ട് സ്റ്റോറേജ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് ഇത് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൻ്റെ ട്രാവൽ മോഷൻ, എവിടെയെങ്കിലും കൊളീഷൻ നടക്കുന്നുണ്ടോ, എവിടെയെങ്കിലും വർക്കറിൻ്റെ എന്താണ് ക്രോസിങ് ഓവർ ഉണ്ടോ, ടോട്ടൽ ട്രാവൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം ഇപ്പോൾ ഉള്ള നമ്മുടെ പ്ലാന്റിൻ്റെ ലേഔട്ടിനനുസരിച്ചിട്ട് നമുക്കൊരു ഫ്ലോ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മളുടെ ഈ വർക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ എൻഡ് ചെയ്യും, അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഡിലേ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ട്രാവൽ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് എഫിഷ്യൻസി കൂട്ടാം, നമ്മളുടെ പൊസിഷൻസ് മാറ്റാം. ഇപ്പോൾ റോ മെറ്റീരിയൽ ഇവിടെയാണ് ഇരിക്കുന്നത്, റോ മെറ്റീരിയൽ ഇവിടെ ഇരിക്കുന്നതിന് പകരം ഇപ്പോൾ ഇവിടെയാണ് ഇരുന്നതെങ്കിൽ അത് ഇവിടെ വന്ന്. അപ്പോൾ ഓരോന്നും നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് ഈസിനെസ്സിനനുസരിച്ച് നമുക്ക് കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ ആ വർക്ക് ഫ്ലോ നമുക്ക് കറക്റ്റ് ആക്കാൻ വേണ്ടി, എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി നമുക്ക് ഓരോന്നും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. സ്ട്രിങ് ഡയഗ്രാം ഇതേപോലത്തെ ഒരു നമ്മൾ വരച്ചതുപോലെ തന്നെ നമ്മൾ ഇതിനെ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ത്രെഡ് യൂസ് ചെയ്ത് നമ്മൾ ഇതിനെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതാണ് നമ്മൾ സ്ട്രിങ് ഡയഗ്രാം അല്ലെങ്കിൽ ത്രെഡ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ റെക്കോർഡ്സ് ദി പാറ്റേൺ ഓഫ് മൂവ്മെന്റ് ഓഫ് എ വർക്കർ വർക്കിംഗ് വിത്തിൻ എ ലിമിറ്റഡ് ഏരിയ ഡ്യൂറിങ് എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം. ഒരു വർക്കറിന്റെ മൂവ്മെന്റ് പാറ്റേൺ എങ്ങനെയാണെന്ന്, ഒരു ഏരിയക്കകത്ത് എങ്ങനെയാണ് അദ്ദേഹം മൂവ് ചെയ്യുന്നത്. അപ്പം റെപ്പറ്റീവ് മൂവ്മെന്റ്സിനെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഇതിനെ ട്രേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിനെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലേഔട്ട് ഓഫ് ദി ഫാക്ടറി അല്ലെങ്കിൽ വർക്ക് പ്ലേസ് നമ്മൾ ഒരു ബോർഡിൽ സ്കെയിൽ ചെയ്ത് വരയ്ക്കും. അത് വേറെ ഒന്നുമല്ല, നമ്മൾ മൊത്തം ഫാക്ടറിയുടെ പ്ലാന് സ്കെയിൽഡ് ഡ്രോയിങ് ഒരു ബോർഡിൽ നമ്മൾ വരയ്ക്കും. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഫിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് 3D മോഡൽ എന്നുള്ള രീതിയിൽ ടോപ്പ് വ്യൂ ഒരു പ്ലാൻ നമ്മൾ സോഫ്റ്റ് ബോർഡിൽ ഉണ്ടാക്കുന്നു. എന്നിട്ട് പിൻസ് ആർ ഫിക്സ്ഡ് ഇൻ ടു ബോർഡ്സ് ടു മാർക്ക് ദ ലൊക്കേഷൻ ഓഫ് വർക്ക് സ്റ്റേഷൻ. അപ്പോൾ ഓരോ സ്ഥലം നേരത്തെ നമ്മൾ കണ്ടതുപോലെ റോ മെറ്റീരിയൽ സ്റ്റോർ അവിടെ, ഇപ്പം ലെയ്ത്ത് ഇവിടെ, മില്ലിംഗ് മെഷീൻ ഇവിടെ, അങ്ങനെ ഓരോ സ്ഥലത്തും വർക്ക് സ്റ്റേഷൻ്റെ അവിടെ പെയിൻറ്റിങ് സെക്ഷൻ, പെയിൻറ്റ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. അപ്പം ഇവിടെയാണ് ക്ലീനിങ് സെക്ഷൻ. അങ്ങനെ അപ്പോൾ ക്ലീനിങ് ഏരിയ ഉണ്ടെങ്കിൽ അവിടെ ഒരു പിന്ന് കുത്തും. അപ്പോൾ ഓരോന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെ എന്താണ് അവിടുത്തെ സ്റ്റേഷൻ എന്നുള്ള മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മളൊരു പിന്ന് കുത്തും. പിൻസ് ആർ ഓൾസോ ഡ്രിവൺ അറ്റ് ദ ടേണിംഗ് പോയിന്റ് ഓഫ് ദി റൂട്ട്സ്. എവിടെ നിന്നെങ്കിലും തിരിച്ച് റൂട്ട് ബാക്കിലോട്ട് വരുന്നെങ്കിൽ അവിടെ നമ്മൾ പിന്ന് വയ്ക്കും. Then measured length of thread is taken to trace the movement. നമ്മളൊരു മെഷർ ചെയ്ത് ഒരു ത്രെഡ് തന്നെ നമ്മൾ വയ്ക്കും. But distance covered by the object is obtained by measuring the remaining part of the thread and subtracting it from the original length. Original length എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പാത്തിൽ കൂടെ ആ പിന്നിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ചുറ്റി ത്രെഡ് നമ്മൾ, അപ്പം ത്രെഡിൻ്റെ പാത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ത്രെഡിൻ്റെ ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യാം. അങ്ങനെ നമുക്ക് എത്ര ഡിസ്റ്റൻസ് ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു ഇപ്പം സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ് ഓഫ് എ മെഷീനിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ചെയ്യാൻ അയാളുടെ മൂവ്മെൻ്റ് ആണ് ഇവിടെ ത്രെഡ് വെച്ച്. അപ്പം മെഷീൻ്റെ അവിടെ ഒരു പിന്ന് കൊടുത്തിട്ടുണ്ട്, ഇൻസ്പെക്ഷൻ്റെ അവിടെ ഒരു പിന്ന്, സൂപ്പർവൈസിൻ്റെ അവിടെ ടോയ്ലറ്റിൽ ടൂൾ റൂമിൽ സ്റ്റോറിൽ. അപ്പോൾ അദ്ദേഹം ട്രാവൽ ചെയ്യുന്ന
കാണിക്കാം. അവിടുന്ന് ടൂൾ റൂമിൽ വരുന്നു, ടൂൾ റൂമിൽ വന്നിട്ട് വീണ്ടും മെഷീൻ്റെ അടുത്ത് പോകുന്നു, അതുപോലെ വീണ്ടും സ്റ്റോറിൽ വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാവൽ നമുക്ക് കറക്റ്റായിട്ട് കാണാം. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് അദ്ദേഹം ആ ഒരു വർക്ക് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം എടുത്തു. അതിനിടയിൽ അദ്ദേഹം ടോയ്ലറ്റിലും പോയി, ഇൻസ്പെക്ഷന് വന്നു, സൂപ്പർവൈസറെ കാണാൻ വന്നു, ചെയ്ത വർക്ക് ചിലപ്പോൾ കൊണ്ട് കാണിക്കാൻ വന്നതായിരിക്കും സൂപ്പർവൈസറിന്. അപ്പോൾ ഈ ഒരു ഒറ്റ ഈ സംഭവം ഇത്ര ടൈമിൽ അദ്ദേഹം ഇത്ര ഡിസ്റ്റൻസ് നടന്നു എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒരു സ്കെയിൽഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് കിട്ടുന്നത്. അത് നമുക്ക് സ്കെയിൽഡ് നോർമൽ സ്കെയിലിൽ കൊണ്ടുവന്ന് നമുക്ക് അതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ വർക്ക് സ്റ്റഡി കൊണ്ട് നമ്മൾ പഠിച്ചത്. വർക്ക് സ്റ്റഡിയിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അതായത് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ എത്രയാണ്, വർക്ക് സ്റ്റഡി പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വർക്ക് സ്റ്റഡി എന്തിനാണെന്നുള്ളത് ബെനിഫിറ്റ്സ് നമുക്ക് അറിയാം. വർക്ക് സ്റ്റഡി നമുക്ക് ബേസിക്കലി രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ള, മെത്തേഡ് സ്റ്റഡി, വർക്ക് മെഷർമെൻറ്റ്. വർക്ക് മെഷർമെൻ്റ് ആണ് രണ്ടായിട്ട് വീണ്ടും തിരിച്ചിട്ടുള്ള ടൈം സ്റ്റഡി ആൻഡ് മോഷൻ സ്റ്റഡി. അതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ കണ്ടതാണ്. വർക്ക് സ്റ്റഡി പ്രൊസീജിയർ നമ്മൾ നോക്കുക, സെലക്ട്, റെക്കോർഡ്, എക്സാമിൻ, ഡെവലപ്പ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് വർക്ക് സ്റ്റഡി പ്രൊസീജിയർ. ഇതുപോലെ തന്നെയാണ് നമുക്കുള്ളത് എന്താണ് മെത്തേഡ് സ്റ്റഡി പ്രൊസീജിയർ. SREDIM, സെലക്ട്, റെക്കോർഡ്, എക്സാമിൻ, ഡെവലപ്പ്, ഡിഫൈൻ, ഇൻസ്റ്റാൾമെൻറ്റ്, അതിൻ്റെ സ്റ്റെപ്സ് നോക്കി. ഇനി റെക്കോർഡിംഗ് ടെക്നിക്സ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ചാർട്ട് ഉണ്ട്, ഡയഗ്രാംസ് ഉണ്ട്, ഫ്ലോ ഡയഗ്രാം, സ്ട്രിംഗ് ഡയഗ്രാം നമ്മൾ ലാസ്റ്റ് നോക്കിയതാണ്. മൈക്രോ മോഷൻ ചാർട്ട് എന്ന് പറയുമ്പോൾ സിമോ ചാർട്ട്, അവിടെയാണ് തെർബ്ലിങ്സ് വരുന്നത്. മൈക്രോ മോഷൻ ചാർട്ട്, സിമോ ചാർട്ടിലാണ് നമ്മൾ ഗിൽബ്രത്ത് കപ്പിൾസ്, ഹസ്ബൻഡായ ഫ്രാങ്ക് ഗിൽബ്രത്തും വൈഫായ ലില്ലിയൻ ഗിൽബ്രത്തും പോസ്റ്റുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്തിട്ടുള്ള അവർ കൊണ്ടുവന്ന എന്താണ് തെർബ്ലിംഗ് എന്ന് പറയുന്ന സിമ്പിൾ വൈസ് ആയിട്ടുള്ള ഒരു റെക്കോർഡിംഗ് ടെക്നിക്സ്. അത് സിമോ ചാർട്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. സൈമിൾട്ടേനിയസ് മോഷൻ ചാർട്ട് എന്ന് പറയും. മാക്രോ മോഷൻ ചാർട്ട്സ് ഉണ്ട്, ഓപ്പറേഷൻ, ഫ്ലോ പ്രോസസ്, ടു ഹാൻഡഡ് മൾട്ടിപ്പിൾ ആക്ടിവിറ്റി ചാർട്ട്. മെത്തേഡ് സ്റ്റഡി സിമ്പിൾസ് കോമൺ ആയിട്ടുള്ള നമുക്കറിയാം, ഓപ്പറേഷൻ, ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ട്, ഡിലേ, സ്റ്റോറേജ്, കമ്പൈൻഡ് ആക്ടിവിറ്റി, അതിൻ്റെ എക്സാമ്പിൾ. പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ട്, ഔട്ട്ലൈൻ പ്രോസസ് ചാർട്ട്, ദെൻ ഫ്ലോ പ്രോസസ് ചാർട്ട്സ് 3M ഓർമ്മിച്ച് വയ്ക്കുക. മാൻ ടൈപ്പ് ഫ്ലോ പ്രോസസ്, മെറ്റീരിയൽ ടൈപ്പ്, മെഷീൻ ടൈപ്പ്, ഡിഫറെൻറ്റ് ടൈപ്പ് ആണെങ്കിൽ. പിന്നെ ടു ഹാൻഡഡ്, ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ്, നമ്മൾ ടു ഹാൻഡഡ് പ്രോസസ് ചാർട്ട്. Then multiple activity. Man-machine chart is the type of a multiple activity chart. Man-machine chart, man-multi-machine chart, അതായത് multi-machine, machine multi-man chart, multi-man machine chart. അതായത് man-machine chart എന്നാൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വർക്കർ ഒരു മെഷീൻ. മാൻ മൾട്ടി-മെഷീൻ എന്ന് പറയുന്നത് ഒരു മാൻ മൾട്ടി മെഷീൻ, നമ്പർ ഓഫ് മെഷീൻ പറഞ്ഞു. ദെൻ മെഷീൻ മൾട്ടി മാൻ, ഒരു മെഷീനിൽ മൾട്ടി ആൾക്കാർ, ഗ്രൂപ്പ് ഓഫ് എന്താണ് വർക്കേഴ്സ് ഡൂയിങ് എ ജോബ് ഇൻ വൺ മെഷീൻ. പിന്നെ ലാസ്റ്റ് വരുന്നത് മൾട്ടി മാൻ മെഷീൻ, നമ്പർ ഓഫ് പേഴ്സൺസ് വർക്കിംഗ് ഓൺ നമ്പർ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റംസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കി. പിന്നെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മൈക്രോ മോഷൻ സ്റ്റഡി. മൈക്രോ മോഷൻ സ്റ്റഡിയിലാണ് സിമോ ചാർട്ട് വരുന്നത്. അവിടെയാണ് നമ്മുടെ ഫ്രാങ്ക് ഗിൽബ്രത്തിൻ്റെയും ലില്ലിയൻ ഗിൽബ്രത്തിൻ്റെയും തെർബ്ലിങ്സ് വരുന്നത്. തെർബ്ലിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗേറ്റിനും മറ്റുമൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു സാധനമാണ് തെർബ്ലിങ്സ്. അപ്പോൾ അതിൻ്റെ ഫിലിമിങ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതിൻ്റെ 18 മോഷൻസ് ആണ് അദ്ദേഹം സിമ്പിൾസ് ആക്കി സജസ്റ്റ് ചെയ്തിരിക്കുന്ന തെർബ്ലിങ്സ്. ഇതിലേതെങ്കിലും ഒരു സിമ്പിൾ കാണിച്ചിട്ട് ഇതിൻ്റെ എന്താണ് ഡിസ്ക്രിപ്ഷൻ എന്താണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്, അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഗ്രാസ്പ്, ഹോൾഡ്, യൂസ്, ഈ ഒരു സിമ്പിൾ തന്നിട്ട് എന്താണ് ഇത് പറയുന്നത്, റെസ്റ്റ് ആണോ പ്ലാൻ ആണോ, അപ്പോൾ ഓപ്ഷൻസ് കാണും. ഇത് അവോയ്ഡബിൾ, ഡിലേ. അപ്പോൾ അങ്ങനെ ഈ 18 തെർബ്ലിംഗ് സിമ്പിൾസും നോക്കി വയ്ക്കുക. സിമോ ചാർട്ട്, സൈമിൾട്ടേനിയസ് മോഷൻ സൈക്കിൾ ചാർട്ട് ഫ്രം ഗിൽബ്രത്ത്.
then flow diagram നമ്മൾ നോക്കി, flow diagram, then string diagram അല്ലെങ്കിൽ thread diagram, അതെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കി. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ഇൻഡസ്ട്രിയൽ ഇത് തന്നെയാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് വേറൊരു ടോപ്പിക് നമുക്ക് നോക്കാം. മോസ്റ്റ് പ്രോബബ്ലി ക്വാളിറ്റി ടെക്നിക്സ് ആയിരിക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.